ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമ്മായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ദശമസ്കന്ധത്തിലെ 84-ാം അധ്യായം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സമന്ത പഞ്ചക തീർത്ഥാടനം. അവിടെ വന്നു ചേർന്ന ഋഷിമുനിമാരെല്ലാം ഭഗവാനെ കാണാൻ വന്നതും ഭഗവാൻ അവരെയൊക്കെ സ്വീകരിച്ച് പൂജിച്ചതും അവരുടെ മാഹാത്മ്യം സദസ്സിലെല്ലാവരും കേൾക്കെ പറഞ്ഞതും അതിന് മറുപടിയായിട്ട് ഭഗവാന്റെ മാഹാത്മ്യത്തെ ഋഷിമാര് സ്തുതിച്ചതും എല്ലാം കണ്ടു. അതിനുശേഷം ഋഷിമാർ പോകാൻ ഒരുമ്പെട്ടപ്പോൾ വസുദേവർ അദ്ദേഹത്തിൻ്റെ ചില സംശയങ്ങൾ അവതരിപ്പിച്ചതും അതിന് നാരദൻ ഋഷിമാർ ആശ്ചര്യപ്പെട്ടത് കണ്ട് ആശ്ചര്യപ്പെടേണ്ടതില്ല, കൃഷ്ണനെ കൊച്ചുകുട്ടിയായിട്ടാണ് വസുദേവർ കണ്ടിരിക്കുന്നത്, മകനായിട്ട് കണ്ടതുകൊണ്ട് കൃഷ്ണനിൽ നിന്ന് അറിയേണ്ടതൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചത് വളരെ കാര്യമായിട്ട് തന്നെയാണ്, അതിന് ഉത്തരം കൊടുക്കേണ്ടതാണ് നമ്മൾ എന്ന് പറഞ്ഞു. അതിനുശേഷം ഋഷിമുനിമാര് വസുദേവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കിയ രീതിയിലാണ് ആ ഉപദേശം കൊടുക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വായിച്ചിട്ട് അവിടേക്ക് വരാം. നമുക്ക് 29-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. വസുദേവ ഉവാച എന്നുള്ള 29-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 84-തമോऽധ്യായഃ. വസുദേവ ഉവാച. നമോ വഃ സർവദേവേഭ്യഃ ഋഷയഃ ശ്രോതുമർഹത. കർമ്മണാ കർമ്മനിർഹാരോ യഥാ സ്യാദ് നഃ തദുച്യതാം. നാരദ ഉവാച. നാദിചിത്രമിദം വിപ്രാഹ വസുദേവോ ബുഭുത്സയാ. കൃഷ്ണം മത്വാർഭകം യന്നഃ പൃച്ഛതി ശ്രേയ ആത്മനഃ. സന്നികർഷോ ഹി മർത്യാനാം അനാദരണകാരണം. ഗാംഗം ഹിത്വാ യദാന്യാംബഃ തത്രത്യോ യാതി ശുദ്ധയേ. യസ്യാനുഭൂതികാലേന ലയോൽപത്യാദിനാസ്യ വൈ. സ്വതോന്യസ്മാच्च ഗുണതോ ന കുതശ്ച നരിഷ്യതി. തം ക്ലേശകർമ്മ പരിപാകഗുണപ്രവാഹൈഃ അവ്യാഹതാനുഭവമീശ്വരമദ്വിതീയം. പ്രാണാദിഭിः സ്വവിഭവൈർ ഉപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈഃ. അധോ ചുർമുനയോ രാജൻ ആഭാഷ്യാനഗതുംദുഭിം. സർവേഷാം ശൃണ്വതാം രാജ്ഞാം തഥൈവാച്യുതരാമയോഃ. കർമ്മണാ കർമ്മനിർഹാരഃ ഏഷ സാധു നിരൂപിതഃ. യശ്രദ്ധയാ യജേദ്വിഷ്ണും സർവയജ്ഞേശ്വരം മഗൈഃ. ചിത്തസ്യോപശമോയം വൈ കവിഭിഃ ശാസ്ത്രചക്ഷുഷാ. ദർശിതഃ സുഗമോ യോഗോ ധർമ്മശ്ച ആത്മമുദാവഹഃ. അയം സ്വസ്ത്യേനഃ പന്ഥാ ദ്വിജാതേർഗൃഹമേദിനഃ. യശ്രദ്ധയാപ്തവിത്തേന ശുക്ലേനേജ്യേത പൂരുഷഃ. വിത്തൈഷണാം യജ്ഞദാനൈർഗൃഹൈർദാരസുതൈഷണാം. ആത്മലോകൈഷണാം ദേവ കാലേന വിസൃജേദ്ബുധഃ. ഗ്രാമേ ത്യക്തൈഷണാ സർവേ യയുർധീരാസ്തപോവനം. ഋണൈസ്ത്രിഭിർദ്വിജോ ജാതോ ദേവർഷിപിതॄണാം പ്രഭോ. യജ്ഞാദ്യേന പുത്രൈസ്താനി അനിസ്തീര്യത്യജൻ പതേത്.
ത്വം ത്വദ്യമുക്തോ ദ്വാഭ്യാം വൈ ഋഷിപിത്രോർമഹാമതേ യജ്ഞൈർദേവർണമുന്മുച്യ നിർഋണോ ശരണോ ഭവം വസുദേവ ഭവാൻ നൂനം ഭക്യാ പരമയാ ഹരിം ജഗദാമീശ്വരം പ്രാർച്ചഃ സ യദ്വാം പുത്രതാം ഗതഃ. ശ്രീശുക ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വസുദേവോ മഹാമനാഃ താൻ ഋഷീൻ ഋത്വിജോ വവ്രേ മൂർധ്നാ നമ്യ പ്രസാദ്യ ച. തയേനം ഋഷയോ രാജൻ വൃതാ ധർമ്മേണ ധാർമ്മികം തസ്മിൻ അയാജയൻ ക്ഷേത്രേ മഖൈരുത്തമകൽപകൈഃ. തദ്ദീക്ഷായാം പ്രവൃത്തായാം വൃഷ്ണയഃ പുഷ്കരസ്രജഃ സ്നാദാ സുവാസസോ രാജൻ രാജാനഃ സുഷ്ട്വലങ്കൃതാഃ. തന്മഹിഷ്യശ്ച മുദിതാ നിഷ്കകണ്ഠ്യഃ സുവാസസഃ ദീക്ഷാശാലാമുപാജഗ്മുഃ ആലിപ്താ വസ്തുപാണയഃ. നേതുർമൃദംഗപടഃ ശംഖഭേര്യാനഗാദയഃ നൃദുർനടനർത്തക്യഃ തുഷ്ടുവുഃ സൂതമാഗതാഃ. ജഗുസ്സു കണ്ഠ്യോ ഗന്ധർവ്യഃ സംഗീതം സഹ ഭർതൃകാഃ. തം അഭ്യഷിഞ്ചൻ വിധിവത് അക്തമഭ്യക്തം ഋത്വിജഃ. പത്നീഭിർ അഷ്ടാദശഭിഃ സോമരാജമിവോടുഭിഃ താഭിർദുകൂലവലയൈർഹാരനൂപുരകുണ്ഡലൈഃ. സ്വലങ്കൃതാഭിർവിബഭൗ ദീക്ഷിതോ അചിനസംവൃതഃ. തസ്യർത്തിജോ മഹാരാജ രത്നകൗശേയവാസസഃ സ സദസ്യോ വിരേജുസ്തേ യഥാ വൃത്രഹണോദരധ്വരേ. തദാ രാമശ്ച കൃഷ്ണശ്ച സ്വൈ സ്വൈർബന്ധുഭിരന്വിതൗ രേജതുസ്വസുതൈർദാരൈഃ ജീവേശൗ സ്വവിഭൂതിഭിഃ. ഈജേനു യജ്ഞം വിധിനാ അഗ്നിഹോത്രാദിലക്ഷണൈഃ പ്രാകൃതൈർവൈകൃതൈർയജ്ഞൈഃ ദ്രവ്യജ്ഞാനക്രിയേശ്വരം. അതർത്തിഭ്യോ ദദാത്കാലേ യഥാമുനാദം സദക്ഷിണാഃ സ്വലങ്കൃതേഭ്യോലങ്കൃത്യ ഗോഭൂകന്യാമഹാദനാഃ. പത്നീ സംയാജാവഭൃത്യൈശ്ചരിത്വാ തേ മഹർഷയഃ സസ്നൂ രാമഹൃദേ വിപ്രാഃ യജമാനപുരസ്സരാഃ. സ്നാദോലങ്കാരവാസാംസി വന്ദിഭ്യോദാത്തദാ സ്ത്രിയഃ തതസ്വലങ്കൃതോ വർണ്ണാൻ ആശ്വഭ്യോ അന്യേന പൂജയത്. ബന്ധൂൻ സദാരാൻ സസുതാൻ പാരിബർഹേണ ഭൂയസ വിദർഭകോസലകുരൂൻ കാശികേകയ സഞ്ജയാൻ. സദസ്യത്തിക്സുരഗണാൻ നൃഭൂതപിതൃചാരണാൻ ശ്രീനികേതമനുജ്ഞാപ്യ ശംസന്തഃ പ്രയയുഃ ക്രതും. അവിടെ നിൽക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. വസുദേവർ ഋഷിമുനിമാരോട് ചോദിച്ച ചോദ്യം, കർമ്മം കൊണ്ട് എങ്ങനെ കർമ്മത്തെ നശിപ്പിക്കാം, അത് പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞത്. വളരെ എന്താ പറയുക, നിസ്സാരമായിട്ടുള്ള ചോദ്യമാണെന്ന് കരുതിയിട്ട് ഋഷിമുനിമാർ വസുദേവർക്ക് ഇത്ര പോലും കാര്യങ്ങൾ അറിയില്ലേ ഈ കൃഷ്ണൻ്റെ അച്ഛനായിട്ട് എന്ന് ശങ്കിച്ചു. അത് ആശ്ചര്യപ്പെടേണ്ടതില്ല എന്ന് നാരദൻ പറഞ്ഞു കൊടുത്തു. ഈ യാദവന്മാരൊക്കെ ഭഗവാനെ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മഹിമ അറിയാതെ ഒരു മനുഷ്യൻ എന്ന് സാധാരണക്കാരനായിട്ട് കരുതിയിരിക്കുകയാണ്. ഏതുപോലെയാണോ
സൂര്യനെ മേഘങ്ങളാലും മഞ്ഞിനാലും ഗ്രഹണത്താലും ഒക്കെ മറയ്ക്കപ്പെട്ടു എന്ന് മൂഢന്മാർ കരുതുന്നു. യഥാർത്ഥത്തിൽ സൂര്യൻ മറയ്ക്കപ്പെട്ടിട്ടില്ല. സൂര്യൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായവയാണ് ഈ മേഘവും മഞ്ഞും ഉപരാഗവും എല്ലാം തന്നെ. അപ്പോൾ സൂര്യനെ മറയ്ക്കാൻ ഇവയൊന്നും ഒട്ടും പര്യാപ്തമേ അല്ല. അതുപോലെയാണ് ശരീരം, മനസ്സ്, ബുദ്ധി, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ മുതലായ ആവരണങ്ങളെ കൊണ്ടൊന്നും മറയ്ക്കാൻ കഴിയുന്ന ഭാവമല്ല ഭഗവാന്റെ ഭാവം, ആത്മചൈതന്യം എന്ന് എടുത്തു പറയുകയാണ് ഇവിടെ നാരദ മഹർഷി ചെയ്തത്. അതിനുശേഷം ആ മുനിമാര് ആനകദുന്ദുഭിയോട് ഭാഷണം ചെയ്തു. എല്ലാവരും കേൾക്കേ എന്ന് പറഞ്ഞ് ആരംഭിച്ചു. കർമ്മം കൊണ്ട് എങ്ങനെയാണ് കർമ്മനിർഹാരം എന്ന് നിരൂപിക്കപ്പെട്ടിട്ടുണ്ട് നല്ലതുപോലെ. എന്താണത്? യത് ശ്രദ്ധയാ യജേത് വിഷ്ണു സർവയജ്ഞേശ്വരം മകൈഹി. സർവയജ്ഞങ്ങൾക്കും ഈശ്വരനായ വിഷ്ണുവിനെ മഖങ്ങളെ കൊണ്ട് ശ്രദ്ധയോടുകൂടെ യജിക്കുക എന്നതാണ് കർമ്മങ്ങളെ നശിപ്പിക്കുവാനുള്ള മാർഗം. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുകയും അതിന് ഫലങ്ങളെ കൊടുക്കുകയും ചെയ്യുന്ന ഇതിൻ്റെ എല്ലാം ഒരു നിയന്താവ് ഉണ്ടെന്നുള്ളതായിട്ടുള്ള അറിവ് തന്നെ ഒരു മനുഷ്യനെ വിനയാന്വിതനാക്കുന്നു. അവൻ്റെ പൗരുഷത്തിൽ അഹങ്കാരമില്ലാത്തവനാക്കി തീർക്കുന്നു. താൻ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ വിഷ്ണുവിൻ്റെ അനുഗ്രഹം തൻ്റെ കൂടെയുണ്ട്. വിഷ്ണു അനുവദിച്ചു തന്നതായിട്ടുള്ള മേഖലയിലാണ് താൻ പ്രവർത്തിക്കുന്നത്. വിഷ്ണു അനുവദിച്ചു തന്ന ദ്രവ്യങ്ങളെ കൊണ്ടാണ് താൻ പ്രവർത്തിക്കുന്നത്. വിഷ്ണു അനുവദിച്ചു തന്ന അറിവ് കൊണ്ടാണ് താൻ പ്രവർത്തിക്കുന്നത്. വിഷ്ണു അനുവദിച്ചു തന്ന ആരോഗ്യം കൊണ്ടാണ് താൻ പ്രവർത്തിക്കുന്നത്. വിഷ്ണു അനുഗ്രഹിച്ചു തന്ന ചുറ്റുമുള്ള സഹായികളെ കൊണ്ടാണ് താൻ ഇത് ചെയ്യുന്നത് എന്ന് വിവരമുള്ള എല്ലാവരും ഏത് കർമ്മം ചെയ്യുമ്പോഴും ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കും തോറും അവരുടെ ഉള്ളിലുള്ള അഹങ്കാരം തീർത്തും ഇല്ലാതെയായി മാറുകയും വിനയം വർദ്ധിച്ചു വരികയും അവരുടെ ഉള്ളിൽ ശുദ്ധിയും ശാന്തിയും സ്ഥിരമാവുകയും ചെയ്യും. അങ്ങനെ അന്ധക്കരണ ശുദ്ധി ഉള്ള ആളുകൾക്കാണ് ഭഗവാന്റെ തത്വം, അത് ആത്മതത്വം തന്നെയാണെന്നും അറിയാനുള്ളതായിട്ടുള്ള പാകത ഉണ്ടാവുക. അപ്പോൾ അതിനാണ് ഈ ഭഗവാനെ ആരാധിക്കുന്നത്, വിഷ്ണുവിനെ മഖങ്ങളെ കൊണ്ട് യജിക്കേണ്ടത്. ശാസ്ത്ര ചക്ഷുഷുകളായ കവികളാൽ നിരൂപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ചിത്തസ്യ ഉപശമോയം വൈ, ചിത്തത്തിൻ്റെ ഉപശമ മാർഗങ്ങളാണ് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനകളും. ഇതുതന്നെയാണ് സുഗമമായിട്ടുള്ള യോഗം, ഇതുതന്നെയാണ് ആത്മമുദാവഹ യോഗ. അവനവന് മോദത്തെ കൊണ്ടുവരുന്നതായിട്ടുള്ള യോഗവും ധർമ്മവും എല്ലാം അതുതന്നെയാണ്. 35 വരെ പറഞ്ഞു അല്ലേ? എത്രാം ശ്ലോകം വരെ പറഞ്ഞു നിർത്തിയത്? 36 എത്തിയിട്ടില്ല തോന്നുന്നു. മുപ്പത്തഞ്ച് വരെ പറഞ്ഞത് ഒന്ന് ഓർപ്പിക്കുക. തൊട്ട് പറയാം. ചിത്തസ്യോപശമോയം വൈ കവിഭിഃ ശാസ്ത്രചക്ഷുഷാ ദർശിതഃ സുഗമോ യോഗോ ധർമ്മശ്ചാത്മമുദാവഹഃ. ചിത്തസ്യോപശമോയം വൈ കവിഭിഃ ശാസ്ത്രചക്ഷുഷാ ദർശിതഃ സുഗമോ യോഗോ ധർമ്മശ്ചാത്മമുദാവഹഃ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ മുമ്പേ പറഞ്ഞ
വിഷ്ണുവിനെ ആരാധിക്കലാണ്, യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കലാണ് ഉത്തമമായിട്ടുള്ള കർമ്മങ്ങളെ നശിപ്പിക്കുവാനുള്ള മാർഗം എന്ന് പറഞ്ഞുവല്ലോ. അതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ്. അയം വൈ കവിഭിഃ ശാസ്ത്രചക്ഷുഷാ ദർശിതഃ ചിത്തസ്യ ഉപശമഃ സുഗമഃ യോഗഃ ആത്മമുദാവഹഃ ധർമ്മഃ. അപ്പോൾ അയം വൈ ഇത് തന്നെയാണ് കവിഭിഃ ശാസ്ത്രചക്ഷുഷാ ദർശിതഃ. ഋഷീശ്വരന്മാരാൽ, കവികളെന്ന് പറഞ്ഞാൽ ഋഷികൾ തന്നെയാണ്. കവി ഋഷി എന്നുള്ളത് പര്യായ ശബ്ദങ്ങളാണ്. നാ ഋഷി കവിഹി, ഋഷിയല്ലാത്തവൻ കവിയല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങൾ. ഋഷി എന്ന് പറഞ്ഞാൽ പരമസത്യത്തെ ദർശിക്കുന്നവൻ എന്നാണ്, സത്യത്തെ പ്രാപിച്ചവൻ എന്നാണ്. അവൻ ദീർഘദർശിയായിരിക്കും, ക്രാന്തദർശിയായിരിക്കും, സൂക്ഷ്മദർശിയായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആ കവികളാൽ ശാസ്ത്രചക്ഷുഷാ ദർശിത, ശാസ്ത്രമാകുന്ന ചക്ഷുസ്സുകൊണ്ട്, ശാസ്ത്രമാണ് നമുക്കവർ ഉപദേശിച്ചിട്ടുള്ള കണ്ണ്, ആ ശാസ്ത്രമാകുന്ന കണ്ണുകൊണ്ട് ദർശിത നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അനേക ശാസ്ത്രങ്ങളിൽ ഇതുതന്നെ അനേക ഋഷീശ്വരന്മാർ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് കാലാകാലങ്ങളായിട്ട്. ചിത്തസ്യ ഉപശമഃ സുഗമഃ യോഗഃ. ഇത് തന്നെയാണ് ചിത്തത്തിൻ്റെ ശാന്തിക്ക്, ഉപശമത്തിന്, ശമനത്തിന്, ചിത്തമടങ്ങാൻ. ചിത്തവൃത്തി നിരോധഃ യോഗഃ. അപ്പോൾ യോഗഃ ചിത്തവൃത്തി നിരോധഃ എന്നാണ് പതഞ്ജലിയുടെ നിർവചനം. ചിത്തവൃത്തികൾ അടങ്ങി ശാന്തമാവുന്നതാണ് യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ യോഗം അഷ്ടാംഗ യോഗപ്രകാരം യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാരാദികളൊക്കെ ഉണ്ട്. അപ്പോഴാണ് ചിത്തം അടങ്ങുക. അല്ലാതെ ഇന്ന് ആളുകൾ യോഗയുടെ പേരിൽ കാണിക്കുന്നതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ചില അഭ്യാസങ്ങൾ കൊണ്ട് മാത്രം ചിത്തം അടങ്ങുകയില്ല. അവിടെ ഇന്നത്തെ യോഗം എന്നുള്ളത് ജനങ്ങൾക്ക് ആകെ ആവശ്യമുള്ളത് അവരുടെ എന്താ പറയുക, പ്രഷറും ഷുഗറും അതുപോലെയുള്ള രോഗങ്ങളുമൊക്കെ നിയന്ത്രിച്ച് ശരീരം ആരോഗ്യമുള്ളതാക്കി നിർത്താൻ വേണ്ടി മാത്രമാണ്. ശരീരത്തിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇന്ന് ആളുകൾ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിനെ അടക്കി ആത്മസാക്ഷാത്കാരം നേടാനുള്ള മാർഗമാണ് യോഗം. അപ്പോൾ മനസ്സടങ്ങണം. അതിന് മനസ്സടങ്ങൽ അഭ്യാസങ്ങളെ കൊണ്ട് മനസ്സടങ്ങില്ല. ശരീരം കുറേ എന്തെങ്കിലുമൊക്കെ കാണിച്ചതുകൊണ്ട്, ഏതെങ്കിലും അഭ്യാസങ്ങൾ കാണിച്ചതുകൊണ്ട് മനസ്സടങ്ങാൻ പോകുന്നില്ല. മനസ്സടങ്ങണമെങ്കിൽ മനസ്സിൽ കാമങ്ങൾ അടങ്ങണം. കാമക്രോധ ലോപമോഹാദികൾ മനസ്സിൽ അടങ്ങുമ്പോഴേ ചിത്ത ശമനം, ശാന്തി, ചിത്തവൃത്തി നിരോധം ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് കാമനകൾ അടങ്ങണമെങ്കിൽ അതിന് പക്വത വരണം, അറിവ് വരണം. ആ അറിവ്, അത് ഉണ്ടാകാനുള്ളതായിട്ടുള്ള ജീവിത രീതിയാണ് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോഴും ഈശ്വരാരാധനയിലൂടെ സാധിക്കേണ്ടത്. എപ്പോഴും ഈശ്വര സ്മരണയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വര അർപ്പണമാക്കിക്കൊണ്ട് കിട്ടുന്ന ഫലങ്ങളെല്ലാം ഈശ്വര പ്രസാദമായി അനുഭവിച്ചുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കുക. അപ്പോഴാണ് മനസ്സ് ശാന്തമാവുക, കാമരഹിതമാവുക, നിസ്സംഗമാവുക. അപ്പോൾ മനസ്സിൽ നിസ്സംഗതയും കാമരാഹിത്യവും ഉണ്ടാവുമ്പോഴേ ശാന്തി ഉണ്ടാവുള്ളൂ. അതിന് ജീവിതം തന്നെ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അഷ്ടാംഗയോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന് 8 അംഗങ്ങളെ പറഞ്ഞത്. അല്ലെങ്കിൽ ആസനം, പ്രാണായാമം ഇത്രയും മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇതാണ് യോഗം എന്ന് പതഞ്ജലി പറഞ്ഞിട്ടില്ല. പതഞ്ജലി പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് യമം. യമം എന്ന് പറഞ്ഞാൽ യമിക്കുക എന്ന് പറഞ്ഞാൽ അടക്കുക എന്നാണ്. അരുതാത്തത് ചെയ്യാതിരിക്കുക എന്നതാണ്. എന്തൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യാൻ പാടില്ലയോ അതിൽ നിന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും
അടക്കലാണ്, നിയന്ത്രിക്കലാണ് യമം. നിയമം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ശാസ്ത്രം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ചെയ്യണം. നമുക്ക് മടിയുണ്ടെങ്കിലും മടിച്ചിരിക്കാൻ പാടില്ല, ചെയ്യണം. നിശ്ചയമായും ചെയ്യേണ്ടതാണ് നിയമം എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ മടിയോ നമ്മുടെ സ്വാതന്ത്ര്യമോ നമ്മുടെ തന്നിഷ്ടമോ അല്ല അവിടെ അതിന് അടിസ്ഥാനം. പക്ഷെ ഇന്നത്തെ ആളുകൾക്കെല്ലാം ഇഷ്ടം തന്നിഷ്ടം പോലെ നടക്കുക എന്നുള്ളതാണ്. ജീവിതമേ സ്വതന്ത്രം ആവുക എന്ന് പറഞ്ഞാൽ തന്നിഷ്ടം പോലെ നടക്കുക എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. ബാക്കി അവനവൻ്റെ ധർമ്മം ചെയ്യുന്നതൊക്കെ ഭാരമായിട്ട് ദുഃഖമായിട്ട് ആളുകൾ കരുതുകയാണ്. അപ്പം അങ്ങനെയുള്ളവർ എന്ത് യോഗ ചെയ്തിട്ടും അവരുടെ മനസ്സടങ്ങാൻ പോകുന്നില്ല. എത്ര വലിയ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചാലും മനസ്സടങ്ങാൻ പോകുന്നില്ല. അപ്പം മനസ്സ് അടങ്ങലാണ് യോഗം. അത് തന്നെയാണ് ചിത്തസ്യ ഉപശമഃ സുഗമഃ യോഗഃ. അപ്പം അതിന് ഈ കർമ്മയോഗമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള യോഗം. യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കലാണ് കർമ്മയോഗം. എല്ലാം ഈശ്വരാർപ്പണമാക്കലാണ്. ആത്മമുദാവഹ ധർമ്മഃ ച. ആത്മമുദാവഹ അവനവന് മോദത്തെ ആവഹിക്കുന്ന, പ്രസാദത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള ധർമ്മം. നമ്മൾ ഈശ്വരാരാധനയായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് പരാതിയില്ല. പിന്നെ വരുന്നതെല്ലാം പ്രസാദമാണ്. ആ പ്രസാദ ബുദ്ധി വളർത്തിക്കൊണ്ടുവന്ന് അത് സ്വാഭാവികമായി മാറുക. എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഈശ്വര അർപ്പണമാക്കി ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ എന്ത് റിസൾട്ട് വന്നാലും അതിൽ പരാതിയില്ലാതെ, അതിൽ പരിഭവമില്ലാതെ അതിനെ ആസ്വദിക്കുക, അതിനെ സന്തോഷപൂർവം സ്വീകരിക്കുക. ഇതാണ് പ്രസാദ ബുദ്ധി. ആ പ്രസാദ ബുദ്ധിയാണ് ഈ ധർമ്മം, ഈ ഈശ്വരാരാധനയാകുന്ന ധർമ്മം. അതാണ് ആത്മമുദാവഹ ധർമ്മഃ. അപ്പോൾ എല്ലാവരും അനുഷ്ഠിക്കേണ്ട ധർമ്മം ഈ പ്രവൃത്തി ധർമ്മമാണ്. ആ പ്രവൃത്തി ധർമ്മം ഈശ്വരാരാധനയാക്കലാണ്. അത് മോദത്തെ കൊണ്ടുവരുന്നു. നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും ഉണ്ടാവും. നേരെ മറിച്ച് ചെയ്യേണ്ടത് ചെയ്തില്ല എങ്കിൽ എത്ര ഉത്തമനായിട്ടുള്ള ആളാണെങ്കിലും ശരി, ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ അവർക്ക് മനസ്സിന് ഒരു തൃപ്തി ഉണ്ടാവുകയില്ല. അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവർക്ക് മനഃശാന്തി ഉണ്ടാവില്ല, ഉറക്കം കുറയും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും എന്നർത്ഥം. അപ്പോൾ ചെയ്യേണ്ടത് ചെയ്യുക, ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് അതിലുള്ള എളുപ്പ വഴിയാണ് അവനവൻ്റെ കർമ്മങ്ങളെ ഈശ്വരാരാധനയാക്കി ചെയ്യുക. അയം സ്വസ്ത്യയനഃ പന്ഥാ ദ്വിജാതേർഗൃഹമേദിനഃ യത് ശ്രദ്ധയാ ആപ്തവിത്തേന ശുക്ലേനേജ്യേത പൂരുഷഃ. അയം സ്വസ്ത്യയനഃ പന്ഥാ ദ്വിജാതേർഗൃഹമേദിനഃ യത് ശ്രദ്ധയാപ്തവിത്തേന ശുക്ലേനേജ്യേത പൂരുഷഃ. അപ്പോൾ അയം സ്വസ്ത്യയനഃ പന്ഥ, ഇതാണ് സ്വസ്തിയിലേക്ക് നമ്മളെ നയിക്കുന്ന, ക്ഷേമത്തിലേക്ക് നയിക്കുന്ന പന്ഥാമാർഗം. ആർക്ക്? ദ്വിജാതേഹ ഗൃഹമേദിനഃ. ഗൃഹമേദിനഃ ദ്വിജാതേഹ. ഗൃഹമേധി എന്ന് പറഞ്ഞാലോ ഗൃഹസ്ഥാശ്രമി തന്നെയാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്ന ദ്വിജാതേഹ, സംസ്കാരമുള്ളവർക്ക്. ദ്വിജാതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികൾ, സംസ്കാരം സിദ്ധിച്ചവർ. ഉപനയനാദി സംസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ദ്വിജാതിയായി. ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ ഒരിക്കലും ദ്വിജാതിയാവുകയില്ല. തൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താനും അതിൻ്റെ സുഖത്തിനും ഇന്ദ്രിയ സുഖങ്ങൾക്കുമായി ജീവിക്കുന്ന ഒരാൾ, അവൻ എത്ര വേഷം കെട്ടിയാലും, എത്ര ഉന്നത കുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാലും, ആരുടെ മകനായി എന്ന് പറഞ്ഞാലും അവൻ ദ്വിജാതിയാവില്ല. അവൻ പശുവാണ്.
അവൻ മൃഗമാണ്. ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവനാണെങ്കിൽ അവൻ അസുരനാണ്. അവനൊരിക്കലും ദ്വിജാതിയാവില്ല. ദ്വിജാതി എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരമാകുന്ന കൂട് പൊട്ടിച്ച് അല്ലെങ്കിൽ ആ മുട്ട പൊട്ടിച്ച് അതിൻ്റെ പുറത്തേക്ക് ചിറക് വിരിച്ച് പറക്കുന്ന, ആത്മീയമായിട്ടുള്ള ഉയരങ്ങളിലേക്ക് പറക്കാൻ വെമ്പുന്ന ആ ഒരു അവസ്ഥയിലെത്തിയ ആളുകളെ മാത്രമാണ് ദ്വിജാതി എന്ന് പറയുക. അവർ അതിൻ്റെ പ്രതീകാത്മകമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് ഉപനയന സംസ്കാരവും മറ്റും. അപ്പോൾ ആ ഉപനയന സംസ്കാരം ഒരു മനുഷ്യനെ എലിവേറ്റഡ് ആക്കുന്നു, ഒരു തട്ടിലേക്ക് ഉയർത്തുന്നു. പ്രാകൃതൻ എന്നുള്ള തലത്തിൽ നിന്ന് സംസ്കൃതൻ എന്നുള്ള തലത്തിലേക്ക് അവനെ ഉയർത്തുന്നു. അത് ഈ ചടങ്ങ് നടത്തിയില്ലെങ്കിലും അവൻ്റെ ഉള്ളിൽ അവൻ വളർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ സംസ്കൃതം തന്നെയാണ്. ചടങ്ങ് അതിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ഉപനയന സംസ്കാരം എന്നുള്ളത് ഈ ഒരു ബോധത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഈ ബോധം ഊട്ടി ഉറപ്പിക്കുന്നില്ലെങ്കിൽ ഉപനയനം എന്നുള്ളതായിട്ടുള്ള ചടങ്ങ് വെറുതെ കാശ് ചെലവും ചാപ്പാടടിക്കാനുള്ള ഒരു പരിപാടിയും മാത്രം. അന്ന് വന്നുകൂടിയവർക്ക് ചാപ്പാട് കഴിക്കാനുള്ള ഒരു വഴി മാത്രം. എന്താണ് ഉപനയനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് സാധിച്ചിട്ടില്ലെങ്കിൽ, ആരെയാണോ ഉപനയനം ചെയ്യിക്കുന്നത് ആ ആൾ അതിന് യോഗ്യനായിട്ടില്ലെങ്കിൽ, ഉപനയനം എന്നുള്ളത് തൻ്റെ ജീവിതത്തിൽ തന്നെ മനുഷ്യ ജീവിത ലക്ഷ്യത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഗുരുവിൻ്റെ അടുത്തേക്ക് നയിക്കുന്നു, ഗുരു ഈശ്വരൻ്റെ അടുത്തേക്ക് നയിക്കുന്നു. ഇതാണ് ഉപനയനത്തിൻ്റെ താല്പര്യം എന്ന് അറിയാതെ എന്ത് ചടങ്ങ് കാണിച്ചിട്ടും ഒരു കാര്യമില്ല. ചടങ്ങിൻ്റെ പേരിൽ കുറെ കാശും ചെലവാക്കി കുറെ ശാപ്പാടും അടിച്ചിട്ട് പോകാം എല്ലാവർക്കും. ഇന്ന് ആ രീതിയിലേക്ക് അധപ്പതിച്ചിട്ടുണ്ട് ചടങ്ങുകളൊക്കെ. ഇപ്പൊ പറഞ്ഞു വന്നത്, ദ്വിജാതി എന്ന് പറഞ്ഞാൽ ആ സംസ്കാരം ഉള്ളവൻ. മനുഷ്യ ജീവിത ലക്ഷ്യം ശരീരപോഷണം മാത്രമല്ല. ശരീരം എന്നുള്ളത് ആ ലക്ഷ്യത്തെ പ്രാപിക്കുവാനുള്ള സാമഗ്രിയാണ്, സാധനമാണ്. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. ശരി തന്നെയാണ്. ശരീരം വേണം, ഫിറ്റായിട്ടുള്ള ശരീരം വേണം, ആരോഗ്യമുള്ള ശരീരം വേണം. നല്ലൊരു വാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോകാൻ സുഗമമായിരിക്കുള്ളൂ. അതുപോലെ ബാക്കി ശരീരത്തിൻ്റെ പങ്ക് അവിടെ തീരുന്നു. നമ്മുടെ വാഹനം നമ്മൾ പോകേണ്ട ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവിടെ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളും അനുഭവിക്കേണ്ട കാര്യങ്ങളും വാഹനം ചെയ്യില്ല. വാഹനം ജഡമാണ്, അതവിടെ നിൽക്കും. നമ്മളാണ് അവിടെ പോയി കാണേണ്ടത് കാണുക, ചെയ്യേണ്ടത് ചെയ്യുക, അനുഭവിക്കേണ്ടത് അനുഭവിക്കുക, ഒക്കെ ചെയ്യേണ്ടത്. അപ്പം അതുപോലെ ഈ ശരീരത്തിന് പരിമിതിയുണ്ട്. അത് നമ്മളെ ചില സ്ഥലങ്ങളിലേക്ക് എത്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളത് തന്നെയാണ്. അത് മനുഷ്യ ശരീരം ഏറ്റവും പവിത്രമായിട്ടുള്ളതാണെന്ന് നമ്മൾ അറിയണം. അതിനെ ആ രീതിയിൽ ഉപയോഗിക്കണം. അപ്പോൾ ദ്വിജാതി എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിക്കുക എന്നുള്ളത് ഈ സംസ്കാര കർമ്മം കൊണ്ടാണ് ദ്വിജത്വം പ്രാപിക്കുന്നത്. എല്ലാവരും ജനിക്കുമ്പോൾ ജന്തുക്കളാണ്. ജന്മനാ ജായതേ ജന്തുഹു. സംസ്കാരേണ ദ്വിജ. സംസ്കാരം കൊണ്ടാണ് ഒരാൾ ദ്വിജനായി തീരുന്നത്. ഒരു പക്ഷിയെ പോലെ മുട്ടയിട്ട അമ്മ മുട്ടയായിട്ടാണ് ഒരു പക്ഷിയെ പുറത്തേക്ക് വിടുന്നത്. ആ മുട്ട പിന്നീട് പൊട്ടി ആ ചിറക് മുളച്ച് പക്ഷി പറന്നു പോകുന്നത് പോലെ ഒരു ദ്വിജൻ പറന്നുയരണം. അപ്പൊ ശരീരമാകുന്ന മുട്ടയിൽ നിന്ന് പൊട്ടിപ്പുറത്തേക്ക് വരണം. അപ്പോഴേ ദ്വിജനാവുന്നുള്ളൂ. അല്ലാതെ നല്ല ശാപ്പാട്ടുരാമന്മാരാരും ദ്വിജന്മാരാവുകയില്ല. അപ്പൊ ഗൃഹമേദിന, ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ഒരു ദ്വിജാതിക്ക് ശുക്ലേന ആപ്തവിത്തേന പൂരുഷ ശ്രദ്ധയാ ഇജ്യേത.
ശുക്ലേന ആപ്തവിത്തേന. ആപ്തവിത്തേന എന്ന് പറഞ്ഞാൽ തനിക്ക് വന്നു ചേർന്ന് പ്രാപിച്ച ധനം കൊണ്ട്. ആ ധനം എങ്ങനെ പ്രാപിച്ചത്? ശുക്ലേന എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ധനത്തെ വിശേഷിപ്പിച്ചതാണ് ശുക്ലം എന്ന്. ശുക്ലം എന്നാൽ ശുദ്ധം, ശുദ്ധമായ ധനം കൊണ്ട്. അപ്പൊ ഈശ്വരനെ ആരാധിക്കേണ്ടത് കള്ളുവിറ്റ കാശ് കൊണ്ടൊന്നുമല്ല, അഴിമതി കാണിച്ച പൈസ കൊണ്ടല്ല ഈശ്വരനെ ആരാധിക്കേണ്ടത്. ധാർമ്മികമായി നമ്മുടെ സ്വധർമ്മം അനുഷ്ഠിച്ച് നമുക്ക് വരുന്ന ആ ധനം കൊണ്ട് വേണം, ശുദ്ധമായ ധനം കൊണ്ട് വേണം ഈശ്വരാരാധന ചെയ്യാൻ. മറ്റതൊക്കെ എന്താ പറയുക, ഈശ്വരൻ നമ്മൾ വഴിവിട്ട് സമ്പാദിച്ചതിനെ ചെലവാക്കാൻ ഉള്ളൊരു വഴിയായിട്ട് മാത്രം ഈശ്വരൻ ചെയ്യിക്കുന്നതാണതല്ല. യഥാർത്ഥത്തിൽ നമുക്ക് ഫലം തരുന്നതായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ധാർമ്മികമായി ആർജിച്ച നമ്മൾക്ക് അർഹിക്കുന്ന ധനം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ആരാധനയാണ്, ഈശ്വര ആരാധനയാണ് നമുക്ക് ഫലം നൽകുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വെറുതെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാം. അപ്പം അങ്ങനെ നല്ല മാർഗത്തിലൂടെ സമ്പാദിക്കണം. ധാർമ്മിക മാർഗത്തിൽ സമ്പാദിച്ച് ആ ധനം കൊണ്ട് ഈശ്വരനെ പൂജിക്കണം, ആരാധിക്കണം. ശുക്ലേന ആപ്തവിത്തേന പൂരുഷഃ. പൂരുഷഃ എല്ലാ പുരികളിലും ശയിക്കുന്നവനും പൂർണ്ണനായിരിക്കുന്നവനുമായ ഈശ്വരൻ. ആ ഈശ്വരൻ ശ്രദ്ധയാ യുജ്യേത, ഭക്തിപൂർവം യജിക്കപ്പെടണം, പൂജിക്കപ്പെടണം. യത് അയം സ്വസ്ത്യയനഃ പന്ഥ. ഇതാണ് വളരെ ഉത്തമമായിട്ടുള്ള മാർഗം, നമ്മളെ സ്വസ്തിയിലേക്ക് നയിക്കുന്ന, ക്ഷേമത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള പന്ഥാവ്. അപ്പോൾ എല്ലാ ഗൃഹമേദികളും അവരുടെ ധനത്തെ ധാർമ്മികമായി സമ്പാദിച്ച് അതിൽ ചെയ്യേണ്ടതായിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങളിലൂടെ ഈശ്വരാരാധന ചെയ്യണം എന്ന് താല്പര്യം. അല്ലേ? ദേവയജ്ഞം, പിതൃയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, അതിഥിയജ്ഞം, ഇങ്ങനെ 5 മഹായജ്ഞങ്ങളിലൂടെ ധാർമ്മികമായി സമ്പാദിച്ച ധനത്തെ വിനിയോഗം ചെയ്ത് ഈശ്വരാരാധന ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയം ശുദ്ധമാകും. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. വിത്തൈഷണാം യജ്ഞദാനൈഹി ഗൃഹൈർദാരസുതൈഷണാം ആത്മലോകൈഷണാം ദേവ കാലേന വിസൃജേദ്ബുധഃ ഗ്രാമേ ത്യക്തൈഷണാ സർവേ യയുർധീരാസ്തപോവനം. വിത്തൈഷണാം യജ്ഞദാനൈർ ഗൃഹൈർദാരസുതൈഷണാം ആത്മലോകൈഷണാം ദേവ കാലേന വിസൃജേദ്ബുധഃ ഗ്രാമേ ത്യക്തൈഷണാ സർവേ യയുർധീരാസ്തപോവനം. ദേവ എന്നുള്ളത് വസുദേവരെ സംബോധന ചെയ്യണ ഋഷിമാര്. ഹേ വസുദേവ എന്ന് അല്ലേ? നമ്മളൊക്കെ നമ്മുടെ ഇടയിൽ വലിയ പേരുള്ള ആളുകളുടെ പേരിലെ ഏതെങ്കിലും 2 അക്ഷരം എടുത്തു വിളിക്കും. വലിയ പേരായിരിക്കാം, നീണ്ട പേരായിരിക്കാം, അതിൽ നിന്ന് എളുപ്പത്തിലുള്ള 2 അക്ഷരം എടുത്തു അവരെ വിളിക്കാറ് പതിവുണ്ട്. അതുപോലെ അവിടെ വസുദേവരെ ദേവ എന്നാണ് സാധാരണ വിളിപ്പേരെന്ന് തോന്നുന്നു. അപ്പൊ ആ ദേവ എന്ന് വസുദേവരെ അഭിസംബോധന ചെയ്യാണ് ഈ ഋഷിമാര്. ഹല്ലയോ ദേവ, യജ്ഞദാനൈഹി വിത്തൈഷണാം ഗൃഹൈഹി ദാരസുതൈഷണാം കാലേന ആത്മലോകൈഷണാം ബുധഃ വിസൃജേത്. എന്നിട്ട് സർവേ ധീരാഹ ഗ്രാമേ തെക്തൈഷണാഹ തപോവനം യയുഃ. അപ്പോ യജ്ഞദാനൈഹി വിത്തൈഷണാം വിസൃജേത്. വിസൃജേത് എന്ന് ഒരു ക്രിയ പറഞ്ഞിട്ടുണ്ട്. വിസൃജേത് ഉപേക്ഷിക്കണം, വിസർജിക്കണം. എന്തിനെ ഉപേക്ഷിക്കണം? വിത്തൈഷണയെ ഉപേക്ഷിക്കണം. വിത്തൈഷണ എന്ന് പറഞ്ഞാൽ വിത്തത്തിലുള്ള ഏഷണ. ഏഷണ എന്ന് പറഞ്ഞാൽ ആസക്തിയാണ്, ആശയാണ്, മനസ്സ് ഒട്ടിയിരിക്കുന്നതാണ് ഏഷണ. അപ്പൊ ധനത്തിൽ നമ്മുടെ മനസ്സ് ഒട്ടിയിരിക്കുകയാണ്. അതാണ് വിത്തേഷണ എന്ന് പറയുന്നത്. സമ്പത്ത് വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിക,
നമ്മൾക്ക് കൂടെ വേണം എന്ന് എപ്പോഴും അതിനെ ആർജിക്കാനുള്ളതായിട്ടുള്ള പരിശ്രമവും ആർജിച്ചത് മറ്റൊരാൾക്കും വേണ്ടി കൊടുക്കാനോ ഒരു തരത്തിലുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യാനോ അനുവദിക്കാതിരിക്കുന്ന അവസ്ഥ, ആ ധനത്തെ വിനിയോഗം ചെയ്യാതെ പിടിച്ചു വയ്ക്കുക. എല്ലാ മുതലുകളും തനിക്കുള്ളത്, എല്ലാ സുഖഭോഗങ്ങളും തനിക്ക് മാത്രം, ഇങ്ങനെയുള്ള ആ ധനാശയാണ് വിത്തൈഷണ എന്ന് പറയുന്നത്. അതിനെ ത്യജിക്കാനാണ് യജ്ഞദാനങ്ങൾ, യജ്ഞവും ദാനവും. യജ്ഞം എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ പേരിൽ നമ്മൾ കുറേ ധനം വ്യയം ചെയ്യുന്നുണ്ട്. ഈശ്വര ആരാധന എന്നുള്ള പേരിൽ നമ്മൾ കുറേ ധനത്തെ വിനിയോഗം ചെയ്യുന്നുണ്ട്, അല്ലേ? എവിടെ നോക്കിയാലും കാണാം നമുക്ക്. നമ്മൾ ചെന്ന് ചോദിച്ചാൽ ആളുകൾ തരില്ല. ദാനം ചെയ്യാൻ മടിയുണ്ടാവും, പക്ഷേ ഈശ്വരന് കൊടുക്കാൻ ചില ആളുകൾക്ക് ഈശ്വരന്റെ പേര് പറഞ്ഞാൽ കൊടുക്കാൻ മടിയില്ല. ക്ഷേത്രത്തിലെ ഉത്സവത്തിന്, വെടിക്കെട്ടിനും ആനയ്ക്കുമൊക്കെ ധാരാളം സ്പോൺസേഴ്സ് ഉണ്ടാവും. വിശക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാനെന്ന് പറഞ്ഞാൽ ആളുകൾ കുറയും. നല്ല എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് സഹായം ചെയ്യാനായിട്ട് ആശുപത്രി ചെലവോ വിദ്യാഭ്യാസ ചെലവോ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ വേണമെന്ന് ചോദിച്ചാൽ തരാൻ മടിക്കും. എന്നാലും ഈശ്വരന്റെ പേരിലാണെങ്കിൽ, ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വഴിപാടുകളായിട്ടും അല്ലെങ്കിൽ സ്വർണ്ണ വാതിലുകളായിട്ടും സ്വർണ്ണ കിരീടമായിട്ടും സ്വർണ്ണ റൂഫിംഗ് ആയിട്ടും സ്വർണ്ണ കൊടിമരമായിട്ടും സ്വർണ്ണ തുലാഭാരമായിട്ടും ഒക്കെ ആളുകൾ ചെയ്തു എന്ന് വരും. ദാനം ചെയ്യാൻ മടിയുണ്ടാവും. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ യജ്ഞങ്ങൾ ചെയ്യുന്നത്? ഈ യജ്ഞങ്ങൾ ചെയ്യുന്നത് ഈ മനുഷ്യന്റെ സ്വാർത്ഥത കുറയ്ക്കാൻ സഹായിക്കും. അവന് ധനം ആർജിച്ച് തൻ്റെ ഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം കൂട്ടിവെക്കുന്നതിൽ നിന്ന് കുറച്ച് സംഖ്യ ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, പൂജാദികൾക്കൊക്കെ ചെലവാക്കാൻ അവനെ പ്രേരിപ്പിക്കുകയാണ്. അതിലൂടെ അവന് ആ ധനം വിട്ടുകൊടുക്കാനുള്ള, കൈ അയക്കാനുള്ള ഒരു പരിശീലനമാണത്. അതേപോലെ തന്നെയാണ് ദാനവും. ദാനങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധയാദേയം അശ്രദ്ധയാദേയം ശ്രിയാദേയം ഹ്രിയാദേയം ഭിയാദേയം സംവിധാദേയം ദേയം ദേയം ദേയം. ദേയം എന്ന് പറഞ്ഞാൽ ദാതവ്യം, കർത്തവ്യതയാ ദാതവ്യം, മസ്റ്റ് ഡു എന്നാണ്. പക്ഷേ ആളുകൾക്ക് മടിയാണ്. ഞാൻ സമ്പാദിച്ചത് എന്തിനു മറ്റുള്ളവർക്ക് കൊടുക്കണം? ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടി സമ്പാദിച്ചതല്ലേ, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രം അവകാശപ്പെട്ടതല്ലേ, എന്തിന് ഞാൻ അന്യർക്ക് കൊടുക്കണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവാം. അതിനു വേണ്ടിയിട്ടാണ് ശാസ്ത്രങ്ങൾ തന്നെ നിർബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്, നീ കൊടുത്തേ പറ്റൂ. ഈ ശാസ്ത്രങ്ങൾ കേൾക്കാത്ത ആളുകളാണ് കൊടുക്കാതിരിക്കുന്നത്. ഈ ശാസ്ത്രം ശ്രവണം ചെയ്തിട്ടുള്ളവർ അല്പമെങ്കിലും കൊടുക്കണം എന്നുള്ള ബോധം അവരുടെ ഉള്ളിലുണ്ടാവും. പിശുക്കൊക്കെ ഉണ്ടാവും കൊടുക്കുമ്പോൾ. ഓരോ ന്യായീകരണങ്ങളെ കൊണ്ട് ചുരുക്കിയിട്ടേ കൊടുക്കുള്ളൂ. എന്നാലും ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവും, അയ്യോ ഞാൻ കൊടുക്കേണ്ടതാണ്. അപ്പൊ ഈ ശാസ്ത്രം കേട്ടിട്ടേ ഇല്ലെങ്കിലോ, ഒരു തരത്തിലുള്ള ശാസ്ത്രങ്ങളും ധാർമ്മിക ശാസ്ത്രങ്ങളോ ഉപദേശങ്ങളോ ഒന്നും കേൾക്കാത്ത ഒരാളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഭയമില്ല, കുറ്റബോധമില്ല. അങ്ങനെയുള്ള സമൂഹമാണ് ഇപ്പോൾ വർദ്ധിച്ചു വന്നിരിക്കുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. വേദം പറഞ്ഞിരിക്കുന്ന, ശാസിച്ചിരിക്കുന്ന ശ്രദ്ധയാദേയം അശ്രദ്ധയാദേയം ശ്രിയാദേയം ഹ്രിയാദേയം ഭിയാദേയം സംവിധാദേയം, ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, പിന്നെന്തിന് ഞങ്ങൾ കൊടുക്കണം, അല്ലേ? അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. എന്നാൽ വേദത്തിൽ ആവർത്തിച്ച് ദാനത്തിന്റെ മഹിമ പറഞ്ഞിട്ടുണ്ട്. സാമവേദത്തിൽ ഒരിടത്ത് പറയുന്നു, നിന്റെ കൊടുക്കാതിരിക്കാനുള്ള ബുദ്ധിയെ നീ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടും ശീലിക്ക്, ആ ബുദ്ധിയെ ജയിക്ക്. അപ്പൊ അതിനാണ് ഫലശ്രുതി വെച്ചിരിക്കുന്നത്. ഇന്ന ദാനം ചെയ്താൽ ഇന്ന ബലം, ഇന്ന ദാനം ചെയ്താൽ ഇന്ന ബലം, പശുവിനെ കൊടുത്താൽ ഇന്ന ബലം, ഭൂമി കൊടുത്താൽ ഇന്ന ബലം, സ്വർണം കൊടുത്താൽ ഇന്ന ബലം, ധാന്യങ്ങൾ കൊടുത്താൽ ഇന്ന ബലം,
കന്യകയെ കൊടുത്താൽ ഇന്ന ഫലം എന്നൊക്കെ പറഞ്ഞ് പല ശാസ്ത്രങ്ങളിലുണ്ട്. അപ്പോൾ ആ ഫലശ്രുതി കേട്ടിട്ടെങ്കിലും കൊടുക്കാനായിട്ട് അവൻ തയ്യാറാവണം. അല്ലെങ്കിൽ പേരും പ്രശസ്തിക്കുമായിട്ട് യശസ്സിനായിക്കൊണ്ട് ദാനം ചെയ്യണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേദം പറയുന്നത്, സാമവേദത്തിൽ പറയുന്നത്, ദാനേനാദാനം തര, ദാനേന അദാനം തര. നിന്റെ സ്വഭാവമാണ് അദാനം. അദാനം എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കുക എന്നുള്ളത്. എപ്പോഴും ഞാൻ സമ്പാദിച്ചത് എൻ്റെ ഭോഗത്തിന്, എൻ്റെ സുഖത്തിന്, എനിക്ക് സുഖം തരുന്നുള്ളവർക്ക് ഞാൻ പങ്കിട്ട് കൊടുക്കും. ആ രീതിയിൽ അദാനം എന്നുള്ളത് എല്ലാവർക്കും ആ സങ്കോച ബുദ്ധി ഉണ്ട്, നാച്ചുറലായിട്ടുള്ളതാണ്. അവനെ കൊണ്ട് പറയണം, നീ ദാനേന അദാനം തര. നീ എന്തെങ്കിലും പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ പേരിന് വേണ്ടിയിട്ടോ മറ്റു ഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടോ ദാനം ചെയ്തുകൊണ്ട് നീ നിന്റെ അദാനശീലത്തെ തരണം ചെയ്താലും, യു ഹാവ് ടു ക്രോസ്. സംസാരത്തിലെ ഒരു വലിയ ഗർത്തമാണ് ഈ അദാനം എന്നുള്ളത്. നിനക്ക് സംസാരസാഗരത്തെ തരണം ചെയ്യണമെങ്കിൽ, ഈശ്വരപ്രാപ്തി നേടണമെങ്കിൽ, എല്ലാം ഈശ്വരനാണെന്നുള്ള അറിവ് ഉറയ്ക്കണം. എല്ലാം ഈശ്വരനാണെന്നുള്ള അറിവ് ഉറയ്ക്കണമെങ്കിൽ എല്ലാറ്റിലും സ്നേഹവും സമബുദ്ധിയും ഉണ്ടാവണം. എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയണം. ഞാൻ, എൻ്റെ ദേഹം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്നുള്ള സങ്കുചിത ബുദ്ധിയുള്ളവന് പറഞ്ഞിട്ടുള്ളതല്ല മോക്ഷം. അവൻ ഒരിക്കലും ആത്മജ്ഞാനത്തിന് അർഹനല്ല. അപ്പോ ആത്മജ്ഞാനത്തിന് അർഹത നേടണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നായി കാണണം. ഈശ്വര ബുദ്ധിയ, ആത്മബുദ്ധിയ കാണണം. അപ്പൊ ഈ ദേഹത്തിന് മാത്രം പോഷണമല്ല ഞാൻ ചെയ്യേണ്ടത്. ഈ പ്രപഞ്ചത്തിലെ സകല ദേഹങ്ങളും എൻ്റെ ദേഹം തന്നെയാണ്. ആ ഒരു സർവാത്മഭാവം ആദ്യം ഉണ്ടാകണം. അടുത്തിരിപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. വളരെ ലളിതമായിട്ട് മഹാകവി പറഞ്ഞു തന്നു. അപ്പോ സർവാത്മഭാവം വന്നവന് മാത്രമേ ഈശ്വര സാക്ഷാത്കാരത്തിന് അർഹതയുള്ളൂ. എല്ലാം ഈശ്വരനാണെന്നുള്ള അറിവ് ഉറയ്ക്കണം. അതിലേക്ക് അവൻ ഒരുപാട് വികസിക്കാനുണ്ട്. അവൻ്റെ സങ്കുചിത ഭാവങ്ങൾ വെടിഞ്ഞ് വികസിക്കാനുണ്ട്. അപ്പോൾ അവൻ്റെ കൈകൾ എപ്പോഴും നീട്ടി തുറന്ന് വെക്കാൻ കഴിയണം അവന്. അല്ലാതെ മുറുക്ക പിടിച്ച് തന്നോട് ചേർത്ത് വെക്കുന്നവന് ആത്മജ്ഞാനം അർഹതയില്ല. എല്ലാവരെയും ആലിംഗനം ചെയ്യാൻ കൈ നീട്ടാൻ കഴിയണം. എല്ലാവർക്കും കൊടുക്കാൻ കൈ നീളണം. ഈ സ്വഭാവമുള്ളവർക്കുള്ളതാണ് ഈശ്വരാനുഗ്രഹം. ഇതൊന്ന് ഉറപ്പിച്ചോളൂ. അല്ലാതെ ഭാഗവതം കാണാപ്പാഠം പഠിച്ചതുകൊണ്ടോ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചതുകൊണ്ടോ മാത്രം ആയില്ല. ഈ ശാസ്ത്രങ്ങൾ നമ്മൾക്ക് കണ്ണ് തുറപ്പിച്ചു തരുന്നു. ശാസ്ത്ര ചക്ഷുസ്സുകൊണ്ട് നമ്മൾ അറിയേണ്ടതറിഞ്ഞ് അതുപോലെ ജീവിക്കണം. അപ്പോൾ മാത്രമേ അതിൻ്റെ പ്രയോജനം കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ അക്ഷരങ്ങൾ കാണാപ്പാഠം പഠിച്ചതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. മറ്റൊരു ഭാരം കൂടെ. അപ്പോൾ എന്താണ് ഇതിന് പറയാനുള്ളത്? അത് കേട്ട് അത് പ്രവർത്തിക്കുക. അതിലൂടെയാണ് ഭാഗവതത്തിൻ്റെ പ്രയോജനം. ഭാഗവതത്തിൻ്റെ പ്രയോജനം ആ ഭഗവത് സാക്ഷാത്കാരമാണ്. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ് ആ പരമസത്യം ഉറയ്ക്കണം. അപ്പോ ദാനേന അദാനം തര. എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ തുടങ്ങൂ. കൊടുത്ത് ശീലിക്കൂ. ആദ്യം നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ കൊടുത്തു തുടങ്ങൂ. പിന്നീട് നമുക്ക് ആവശ്യമുള്ളതിൻ്റെയും ഒരു പങ്ക് കൊടുത്തു തുടങ്ങൂ. പിന്നീട്
നമുക്ക് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ ആവശ്യം മാറ്റിവെക്കാവുന്നതാണെന്ന് ചിന്തിച്ചുകൊണ്ട് അന്യന്റെ ആവശ്യം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി അവന് കൊടുക്കാൻ കഴിയണം. ആരുടെ ആവശ്യമാണ് അത്യാവശ്യം എന്ന് തിരിച്ചറിവുണ്ടാവണം. നമ്മൾക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ളൊരാവശ്യമായിരിക്കും, മറ്റൊരാൾക്ക് ജീവൽ പ്രശ്നമായിരിക്കാം. അയാൾക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ ആ ആവശ്യം നിർവഹിച്ചേ മതിയാവൂ. ചിലപ്പോൾ ഒരു ചികിത്സയായിരിക്കാം, ചിലപ്പോൾ ഒരു കടം വീട്ടാനുള്ളതായിരിക്കാം, പലതായിരിക്കാം. അത് അവൻ്റെ ജീവൽ പ്രശ്നമാണ്. നമ്മൾക്ക് ലക്ഷറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മുടെ ഏതോ ഒരു തീർത്ഥാടനത്തിന് വേണ്ടി നമ്മൾ പൈസ മാറ്റിവെച്ചിരിക്കുക. തീർത്ഥാടനം, അതിനേക്കാൾ വലിയ തീർത്ഥാടനമാണ് വാസ്തവത്തിൽ ഒരു അത്യാവശ്യക്കാരന് സഹായം ചെയ്യുക എന്നുള്ളത്. പണ്ടൊക്കെ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ തന്നെ കയ്യിൽ ധാരാളം പൈസ എടുത്തുകൊണ്ട് പോയിട്ട് വഴിയിലുള്ളവർക്കൊക്കെ ദാനം ചെയ്യുമായിരുന്നു. അല്ലാതെ നല്ല ഹോട്ടലിൽ പോയി താമസിച്ച് നല്ല ഭക്ഷണവും കഴിച്ച് നല്ല വാഹനങ്ങളിൽ സഞ്ചരിച്ച് കുറേ സൈറ്റ് സീയിങ് കണ്ടുവരുന്നതായിരുന്നില്ല തീർത്ഥാടനം. വഴിനീളെ പാവപ്പെട്ടവരൊക്കെ ധാരാളം ഉണ്ടാവും. അതൊക്കെ ഒറിജിനൽ പാവപ്പെട്ടവരായിരുന്നു അന്ന് കാലത്ത്. ഇന്നൊക്കെ വേഷം കെട്ടിച്ചിരിക്കുന്ന മാഫിയകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇന്ന് അവിടേക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇന്ന് അവരെയൊക്കെ നിയന്ത്രിക്കുന്ന മാഫിയകളുണ്ട്. അതുകൊണ്ട് ഇന്ന് വഴിയിൽ കഷ്ടപ്പാട് അഭിനയിച്ചിരിക്കുന്നതായിട്ടുള്ള ഭിക്ഷക്കാർക്കൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൊടുക്കരുത് എന്നേ പറയാനുള്ളൂ. കാരണം അതൊരു മാഫിയയെ വളർത്തുകയാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം, പൈസ കൊടുക്കരുത്. ഇപ്പൊ പറഞ്ഞു വന്നത് കൈ അയച്ച് ശീലിക്കുക. കൈ അയയാൻ ഒരു വാമപ്പാണ് ദാനം. ചെറിയ ചെറിയ ദാനങ്ങൾ കൊണ്ട് കൈ പതുക്കെ 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 സങ്കോചം വെടിഞ്ഞ് പുറത്തേക്ക് നീളാൻ തുടങ്ങും. അങ്ങനെ നീണ്ട് 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 നല്ലോണം നീളാറാവുമ്പോഴാണ് നമ്മൾ ശരിക്കും അതിൻ്റെ ആനന്ദം അനുഭവിക്കുക. ദാനം കൊണ്ട് കിട്ടുന്ന സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ അവരുടെ നിർവൃതി കാണുമ്പോൾ, അവരുടെ ആ ഒരു ദീർഘനിശ്വാസം നമ്മൾ കാണുമ്പോൾ, അവരാശ്വസിക്കുന്നത് കാണുമ്പോൾ, അവരുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നൊരു നിർവൃതിയുണ്ട്. അത് അറിയണമെങ്കിൽ കൈ നീണ്ട് ശീലിക്കണം. അപ്പോൾ ആദ്യകാലത്തൊക്കെ പ്രശസ്തിക്ക് വേണ്ടി, പേരിന് വേണ്ടി ഒക്കെ കൊടുക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ കൊടുക്കാതിരിക്കാനാവില്ല എന്ന സ്വഭാവം വളർത്തിക്കൊണ്ടുവരും. അതാണ് അവിടെ യജ്ഞദാനൈഹി വിത്തൈഷണാം. യജ്ഞദാനങ്ങളെ കൊണ്ട് ധനത്തിൽ ഉള്ള ഏഷണയെ, ആസക്തിയെ, മമതയെ വെടിയാം. വിസൃജേത്. അതുപോലെ ഗൃഹൈഹി ദാരസുതൈഷണാം. ഗൃഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗൃഹത്തിലുള്ള വാസം, ഗൃഹസ്ഥാശ്രമ ജീവിതം. ആ വീട്ടിലുള്ള ഗൃഹശബ്ദം കൊണ്ട് എല്ലാ ഗൃഹസുഖത്തിന് വേണ്ടി വാങ്ങിച്ചു കൂട്ടുന്ന ഉപകരണങ്ങളൊക്കെ പെട്ടു. വാഹനങ്ങളാകാം, വസ്ത്രങ്ങളാവാം, അതുപോലെ ജോലിക്കാരാവാം, പശു മൃഗാദികളാവാം, ഇതൊക്കെ ഗൃഹങ്ങളിൽ പെട്ടു. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ദാര സുത ഏഷണ, പുത്രേഷണ എന്ന് പറയും. പുത്രേഷണ എന്ന് പറഞ്ഞാൽ മക്കളോടുള്ള ആസക്തി. അപ്പൊ ഇത് ഗൃഹസ്ഥാശ്രമം അവിടെ സുഖങ്ങൾ അനുഭവിക്കുന്നത് ഈ ആസക്തിയെ വർദ്ധിപ്പിക്കാനല്ല എന്ന ബോധത്തോടു കൂടി വേണം അനുഭവിക്കാൻ. നമ്മുടെ കർദമ പ്രജാപതി എങ്ങനെയാണോ ജീവിച്ച് കാണിച്ചത്, മറ്റ് പ്രജാപതിമാരൊക്കെ എങ്ങനെയാണോ ജീവിച്ച് കാണിച്ചു തന്നിരിക്കുന്നത്, ആ പ്രാജാപത്യം എന്നുള്ള ജീവിതം, പ്രജാപതിമാരെ അനുകരിച്ചുകൊണ്ടുള്ള ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ തന്നെ ഒരു യജ്ഞമാക്കി മാറ്റുക. അതാണ്. അപ്പൊ ഗൃഹത്തിൽ ആസക്തിയില്ലാതെ
വിഷയങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും ഇതിൽ നിന്നുള്ള മോചനമാണ് തൻ്റെ ലക്ഷ്യം, അല്ലാതെ പെർമനൻ്റായിട്ട് ഈ ചെളിക്കുഴിയിൽ തന്നെ ബന്ധിതനായി കിടക്കാനല്ല. ഈ അന്ധകൂപം, ഈ പൊട്ടക്കിണർ, ഇത് തന്നെ ഇവിടെ ബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ ഉള്ള ചെളിക്കുഴിയാണ്, ഇതിലുള്ള ക്ഷുദ്ര ജന്തുക്കളാണ് ഈ ചുറ്റുമുള്ളത് എന്നൊക്കെ വകതിരിവ് പിന്നീട് ഉണ്ടാവണം. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമുണ്ടാവണം. അപ്പോൾ ഗൃഹസ്ഥാശ്രമം എന്നുള്ളത് 90-ാം വയസ്സിലും 100-ാം വയസ്സിലും അതുതന്നെ ചെയ്യുക എന്നതല്ല. ഷഷ്ടി പൂർത്തി കഴിയുമ്പോഴേക്കും ഗൃഹസ്ഥാശ്രമത്തിൽ അതിൻ്റെ പരിമിതികൾ മനസ്സിലായിട്ട് അല്ലേ, യയാതി പറഞ്ഞതുപോലെ പറയാൻ കഴിയണം. നമ്മുടെ കാമങ്ങൾ, വിഷയങ്ങളുടെ ഉപഭോഗം കൊണ്ട് ഒരിക്കലും ശമിക്കാൻ പോകുന്നില്ല. നജാതു കാമാഹ കാമാനാം ഉപഭോഗേന ശമ്യത്തെ. ഹവിഷാ കൃഷ്ണവർമ്മേവ ഭൂയയേവ വിവർദ്ധതേ. എങ്ങനെയാണോ അഗ്നിയിൽ നെയ്യ് അഥവാ ഹവിസുകൾ സമർപ്പിക്കുമ്പോൾ ആ അഗ്നി വർദ്ധിച്ചു വരികയല്ലാതെ കെട്ടുപോകുന്നില്ല. അപ്പൊ അഗ്നിയിലേക്ക് നെയ്യൊഴിച്ച് കെടുത്താൻ ശ്രമിക്കുന്ന വിഡ്ഢിയെ പോലെയാണ് തൻ്റെ വിഷയസുഖ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കൽ. ഇതൊരിക്കലും പൂർത്തിയാവാൻ പോകുന്നില്ല. ഈ പൊട്ടക്കിണർ നിറയാൻ പോകുന്നില്ല. ഇത് അടിത്തട്ടില്ലാത്ത കിണറാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ അതുപോലെയുള്ളതായിട്ടുള്ള എന്തനുഭവിച്ചാലും മതി വരുന്ന സാധനങ്ങളല്ല. ഇനിയും കൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കലാണ് ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ സ്വഭാവം. അത് മനസ്സിലാക്കി, അതിൻ്റെ പരിമിതി മനസ്സിലാക്കി അതിനെ നിർത്തേണ്ടടുത്ത് നിർത്താനുള്ള പക്വതയാർജിക്കലാണ് ഗൃഹസ്ഥാശ്രമം കൊണ്ട് സാധിക്കേണ്ടത്. അത് സാധിക്കാത്തവൻ എന്താ പറയുക, പന്നികളെക്കാൾ, കഴുതകളെക്കാൾ, പട്ടികളെക്കാൾ നീചത്വം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഗൃഹൈഹി ദാരസുതൈഷണാം, ഗൃഹജീവിതം കൊണ്ട്, ഗൃഹസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഭാര്യയിലും മക്കളിലുമുള്ളതായിട്ടുള്ള ഏഷണയെ, ആസക്തിയെ വെടിയേണ്ടതാണ്, വിസർജിക്കേണ്ടതാണ്. കാലേന ആത്മലോകൈഷണാം, കാലത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് മനസ്സിലാക്കിയിട്ട് കാലത്തിൽ നശിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ സുഖത്തിനു വേണ്ടി എവിടെ പോയാലും, എത്ര കർമ്മം ചെയ്താലും, എന്തെല്ലാം സമ്പാദിച്ചാലും എല്ലാം കാലത്താൽ നശിപ്പിക്കപ്പെടും. താൻ എത്ര പുണ്യമാർജിച്ച് ഏത് സ്വർഗത്തിൽ ചെന്നാലും ആ സ്വർഗവും കാലത്താൽ ബാധിക്കപ്പെട്ടിട്ടുള്ള ദേശമാണ്. അവിടെ അനുഭവിക്കുന്ന സുഖഭോഗങ്ങൾക്കും പരിമിതിയുണ്ട്, അന്തമുണ്ട്, നാശമുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അനന്തമായിട്ടുള്ള സുഖം കിട്ടും എന്നുള്ള പ്രതീക്ഷ ഭൗതിക ലോകത്ത് വെടിയുക. ഈ ലോകത്തിലും പരലോകത്തിലും ഒരിക്കലും നമ്മളുടെ കർമ്മങ്ങളെ കൊണ്ട് അനന്തമായിട്ടുള്ള സുഖം നേടാൻ സാധ്യമേ അല്ല. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കാലത്തിൽ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലങ്ങളും കാലത്താൽ പരിമിതമാണ്. ഈ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് അനന്തസുഖത്തിനായിക്കൊണ്ട് നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കലല്ല നമ്മുടെ എന്താ പറയുക ധർമ്മം എന്ന് മനസ്സിലാക്കുക. വൃഥാ പ്രയത്നം ചെയ്യാതിരിക്കുക. ഇതിനെക്കുറിച്ച് വകതിരിവുണ്ടാവുക. അപ്പോൾ അതാണ് കാലം കൊണ്ടുണ്ടാകേണ്ട പക്വത. കാലേന ആത്മലോകൈഷണ, ലോകേഷണ എന്ന് പറഞ്ഞാൽ ലോകങ്ങളെ പ്രാപിക്കാനുള്ള ആസക്തി, സ്വർഗാദി ലോകങ്ങളെ അനുഭവിക്കുവാനുള്ള, ഇപ്പോൾ അനുഭവിക്കാത്ത ലോകങ്ങൾ, അത്ഭുത ലോകങ്ങളൊക്കെ ഇനിയുമുണ്ട്, അവിടെയൊക്കെ പോയി ഇനിയും എന്തൊക്കെയോ അനുഭവിക്കാനുണ്ട് എന്നുള്ള വ്യഗ്രത, ആസക്തി ഇല്ലാതെയാവണം. കാലേന ആത്മലോകൈഷണം. ബുധഃ വിസൃജേത്. ബുധഃ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ, വിദ്വാൻ, വിവേകി. വിവേകികൾ ഇതിൻ്റെയൊക്കെ ധർമ്മം മനസ്സിലാക്കി ഉപേക്ഷിക്കും. സർവേ ധീരാഹ ഗ്രാമേ തെക്തൈഷണാഹ തപോവനം യയുഹു.
നമ്മുടെ പൂർവികരായിട്ടുള്ള ധീരന്മാരെല്ലാവരും സർവേ ധീരാഹ, ധീരാഹ ബുദ്ധിമന്ത, വിവേകിന, ധിഷണാശാലിന. അപ്പോൾ ബുദ്ധിമാന്മാരായ പൂർവീകരെല്ലാവരും തന്നെ സർവേ ധീരാഹ ഗ്രാമേ തെക്തൈഷണാഹ. ഗ്രാമേ എന്ന് പറഞ്ഞാൽ ഗ്രാമ്യ വിഷയങ്ങളിൽ, ഭൗതിക വിഷയങ്ങളിൽ, പ്രാകൃത സുഖങ്ങളിൽ, ഭാര്യ, മക്കൾ, ധനം, വീട് മുതലായ സുഖഭോഗങ്ങളിൽ ഏഷണയെ ത്യജിച്ചവരായിട്ട്, തെക്തൈഷണകളായിട്ട് തപോവനം യയുഹു, വാനപ്രസ്ഥാശ്രമത്തെ പ്രാപിച്ചിരിക്കുന്നു. തപോവനത്തിലേക്ക് പോയി വാനപ്രസ്ഥവും സന്യാസവും സ്വീകരിച്ചിരിക്കുന്നു എന്ന് മുന്നേ പോയ വിവേകികളെ കണ്ട് അവരുടെ പുറകെ പോകാൻ തയ്യാറാവണം. മുന്നിൽ നടന്നവര് മാതൃകയാണ്, അവരെ കണ്ട് ആ വഴിക്ക് പോകാൻ പ്രിപ്പയർഡ് ആവുകയാണ് വേണ്ടത്. അപ്പോ ഈ ധനധാന്യാദികൾ ദാനം ചെയ്യുവാനുള്ള അവസരമാണ് യാഗയജ്ഞങ്ങളെല്ലാം. യജ്ഞം ചെയ്യുന്നത് ഈശ്വര ആരാധനയായിട്ട് ചെയ്ത് അതിനോടൊപ്പം തന്നെ ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് ആകാവുന്ന ധനത്തെ വിതരണം ചെയ്ത് ദാനമായി കൊടുക്കുക, അതിലൂടെ ഈ പറഞ്ഞ ഏഷണകളെയൊക്കെ ജയിക്കുക. അപ്പം ഇതാണ് ഒരു ഗൃഹസ്ഥൻ ചെയ്യേണ്ടത് എന്ന് നല്ല ഒരു ഉപദേശം ആ ഋഷിമാര് വസുദേവർക്ക് കൊടുക്കുകയാണ് ഇവിടെ. വസുദേവർക്കുള്ളത് മാത്രമല്ല, ലോകത്തിലുള്ള സകലർക്കും എല്ലാവർക്കുമുള്ള ഉപദേശമാണിത്. ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്നവരും ആവാനിരിക്കുന്നവർക്കും ഉള്ള ഉപദേശമാണ്. ഋണൈസ്ത്രിഭിർദ്വിജോ ജാതോ ദേവർഷി പിതൃണാം പ്രഭോ യജ്ഞാധ്യയനപുത്രൈസ്താനി അനിസ്ഥീര്യത്യജൻ പദേത്. ഋണൈസ്ത്രിഭിർദ്വിജോ ജാതോ ദേവർഷി പിതൃണാം പ്രഭോ യജ്ഞാധ്യയനപുത്രൈസ്താനി അനിസ്ഥീര്യത്യജൻ പദേത്. മനുഷ്യരെല്ലാവരും കടത്തോടു കൂടിയിട്ടാണ് ജനിക്കുന്നത്. അതെ, കേരളത്തിൽ ജനിക്കുന്നവരെല്ലാവരും ലക്ഷക്കണക്കിന് തലയ്ക്കുമേതെ കടവുമായിട്ടാണ് ജനിക്കുന്നത്. അതല്ല ഇവിടെ പറഞ്ഞത്. നമ്മുടെയൊക്കെ തല കാണിച്ചിട്ട് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി നാട്ടിൽ നിന്ന് മുഴുവൻ കടം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ദിവസവും വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവർക്ക് ധൂർത്തടിക്കാനായിക്കൊണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും തലയും പണയത്തിലാണ്. അതവിടെ ഇരിക്കട്ടെ, ആ കഥയല്ല ഇവിടെ പറയുന്നത്. അല്ലയോ പ്രഭോ, അല്ലയോ വസുദേവ, ദ്വിജഃ ദേവ ഋഷി പിതൃണാം ത്രിഭിഃ ഋണൈഃ ജാതഃ. ദ്വിജഃ എന്ന് എടുത്തു പറഞ്ഞൂടെ, മനുഷ്യഃ എന്നാണ് പറയേണ്ടത്. ഓരോ മനുഷ്യരും. പക്ഷെ എല്ലാ മനുഷ്യർക്കും ആ ബോധമില്ല. പ്രാകൃതരായ മനുഷ്യരോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കിത് മനസ്സിലാവില്ല. ഞാൻ ആരുടെയൊന്നും കടമൊന്നും മേടിച്ചിട്ടില്ല, ഞാൻ യാദൃച്ഛികമായിട്ട് ഇവിടെ ഉണ്ടായതാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എന്തിനാ എന്നെ ഇവിടേക്ക് ജനിപ്പിച്ചത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന മന്ദബുദ്ധികളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് 3 കടമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെ നിന്ന് കടം മേടിച്ചെന്ന് ചോദിക്കും. അപ്പം അവരെ ഉദ്ദേശിച്ചിട്ടല്ല, അവരോട് പറയാൻ പോയിട്ട് കാര്യമില്ല. ഉത്തരവാദിത്വമുള്ളവരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അല്ലേ? ധൂർത്തന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞതാണ് ദ്വിജഃ എന്ന്. ഒരു ദ്വിജൻ ദേവ ഋഷി പിതൃണാം ത്രിഭിഃ ഋണൈഃ ജാതഃ. ത്രിഭിഃ ഋണൈഃ, 3 ഋണങ്ങളോട് കൂടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ആരുടെയൊക്കെ? ദേവ ഋഷി പിതൃണാം. ദേവഋണം, ഋഷിഋണം, പിതൃഋണം. ഈ 3 കടങ്ങളോട് കൂടിയിട്ടാണ് ദ്വിജന്മാർ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ചെയ്യണം? യജ്ഞ അധ്യയന പുത്രൈഃ താനി അനിസ്ഥീര്യ ത്യജൻ പദേത്. താനി അനിസ്ഥീര്യ, ആ കടങ്ങളെ തരണം ചെയ്യാതെ മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ, ത്യജൻ, അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ, പതേത്, അവൻ നരകത്തിൽ പതിക്കും, അവന് പതനം ഉണ്ടാകും.
അപ്പൊ എങ്ങനെയാണ് അവയെ തരണം ചെയ്യേണ്ടത്? യജ്ഞ അധ്യയന പുത്രൈഹി താനി നിസ്തീര്യ. അതിനെ നിസ്തീരണം ചെയ്യണം. നിസ്തീര്യ എന്ന് പറഞ്ഞാൽ തീർത്വ, അതിനെ തരണം ചെയ്തിട്ട് മറുകര കടക്കണം. ഈ കടം എന്ന വലിയ സാഗരത്തെ. അപ്പൊ എങ്ങനെ കടക്കണം? യജ്ഞ അധ്യയന പുത്രൈഹി. ഇവിടെ ദേവന്മാരോടുള്ളതായിട്ടുള്ള കടം വീട്ടാനുള്ള മാർഗമാണ് യജ്ഞം. ഋഷിമാർക്കുള്ള കടം വീട്ടാനുള്ള മാർഗമാണ് അധ്യയനം. പിതൃക്കളോടുള്ള കടം വീട്ടലാണ് പുത്രന്മാര്. നോക്കൂ എത്ര പെർഫെക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കണമെന്ന്. ദേവന്മാർക്ക് ദേവഋണം വീട്ടാൻ ഉള്ള മാർഗം യജ്ഞം. ഋഷിമാരോടുള്ള ഋണം വീട്ടാൻ അധ്യയനം. പിതൃക്കളോടുള്ള ഋണം വീട്ടാൻ പുത്രന്മാരെ ജനിപ്പിക്കുക. പുത്രന്മാരെന്ന് പറഞ്ഞാൽ വെറുതെ പശുക്കളെ പോലെയുള്ള ജന്തുക്കളെ ജനിപ്പിച്ചിട്ട് കാര്യമില്ല. പുന്നാമ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. അപ്പൊ അച്ഛന്റെ കടത്തെ വീട്ടാൻ സജ്ജനായിരിക്കുന്നവനാണ് പുത്രൻ. അച്ഛൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, അതേ സംസ്കാരം എല്ലാം പിന്തുടരുന്ന ആളുകളെ മാത്രമേ പുത്രന്മാരെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഏത് സംസ്കാരമാണോ അച്ഛൻ കൊണ്ടു നടക്കുന്നത്, ഏതെല്ലാം ധാർമ്മികമായ ജീവിതമാണോ അച്ഛൻ നയിക്കുന്നത്, അതെല്ലാം പിന്തുടരുമ്പോൾ മാത്രമേ ഒരാൾ പുത്രൻ എന്ന പദവിക്ക് അർഹനാകുന്നുള്ളൂ. നമ്മുടെ പൂർവീകർ നമുക്ക് പകർന്നു തന്നതായിട്ടുള്ള ആ ഒരു സംസ്കാരവും ധർമ്മവും അത് നമ്മൾ പിന്തുടരാൻ ബാധ്യസ്ഥരാണ്. അത് പിന്തുടരുമ്പോഴേ നമ്മൾ പുത്രന്മാരാവുള്ളൂ. നമ്മുടെ പുത്രന്മാരും ആ സംസ്കാരത്തിൽ വളർന്നാലേ പുത്രന്മാരാവുള്ളൂ. അല്ലാതെ അവർ വലിയ വലിയ വിദ്യാഭ്യാസമൊക്കെ നേടി അവർ അമേരിക്കയിൽ പോയി കുറേ ധനം സമ്പാദിച്ചു, അവിടുന്ന് ഒരുത്തിയെ കല്യാണം കഴിച്ചു, അവിടെ കുറേ കുട്ടികളെ ജനിച്ചു, എന്നിട്ട് അവിടെ കുറേ ദൂർത്തന്മാരായിട്ട് അടിച്ചു പൊളിച്ച് ഭോഗികളായിട്ട് കഴിയണു. ഇവരെയൊക്കെ പുത്രന്മാരെന്ന് വിളിക്കാൻ പറ്റുമോ? ഒരു പ്രയോജനവും ഇല്ലാത്ത കുറേ ജന്തുക്കൾ. നിങ്ങൾ എന്ത് കരുതിയാലും വേണ്ടില്ല, നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാവോ എന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങളും ആ സംസ്കാരം അനുഷ്ഠിച്ചില്ല, കുട്ടികൾക്കത് കാണിച്ചു കൊടുത്തതും ഇല്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ആയി തീർന്നത്. നിങ്ങൾ അനുഷ്ഠിച്ചിരുന്നെങ്കിൽ കുട്ടികൾ കണ്ടു പഠിച്ചിട്ടുണ്ടാവും, അവരുടെ ഉള്ളിൽ ആ ധർമ്മബോധം ഉണ്ടാവും. അപ്പൊ നിങ്ങളും അനുഷ്ഠിച്ചിട്ടില്ല, മാതൃക കാണിച്ചു കൊടുത്തിട്ടില്ല, കുട്ടികൾക്ക് അതിൽ യാതൊരു വാല്യൂവും ഇല്ല. കാരണം നമ്മൾ കാണിച്ചു കൊടുത്താലേ അതിൽ വാല്യൂ ഉണ്ടാവുള്ളൂ. നമ്മൾ വെറുതെ പ്രസംഗിച്ചതുകൊണ്ട് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യാത്ത കാര്യം കുട്ടികൾ ചെയ്യണമെന്ന് പറയാൻ നമുക്ക് അവകാശം ഇല്ല. എങ്കിലും അവര് ബുദ്ധിയുള്ളവരാണെങ്കിൽ, അച്ഛനും അമ്മയും വഴിതെറ്റിപ്പോയവരാണെങ്കിലും സ്വയം അവർ തന്നെ അവരുടെ വിവേകം കൊണ്ട് അവർ ഗുരുക്കന്മാരെ കണ്ടെത്തി ഈ സത്യം അറിഞ്ഞ് അവർ തിരിച്ചു വരുന്നവരുണ്ട്. എത്രയോ കുട്ടികൾ അങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. പലരും ഇവിടെ നിന്നൊന്നും പഠിക്കാത്തവർ വിദേശത്ത് പോയിട്ട് അവിടുത്തുള്ള ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് അറിഞ്ഞ് അവരത് അനുഷ്ഠിക്കാൻ തയ്യാറായി വരുന്നു. അപ്പം അവിടെ അച്ഛനമ്മമാർക്കൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ സുഹൃതം കൊണ്ട് എന്ന് പറയാം, അവർക്ക് അവിടെ സത്സംഗം കിട്ടുന്നു, അവിടെ നിന്നുള്ള ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ, അത് കാരണമായിട്ട് ഈ സന്മാർഗത്തിലേക്ക് തന്നെ അവർ തിരിച്ചു വരുന്നുണ്ട്. അതാ കുട്ടികളുടെ ഭാഗ്യം, നമ്മുടെ പൂർവീകരുടെ ഭാഗ്യം എന്നും പറയാം അല്ലേ. പൂർവീകർക്ക് കർമ്മം ചെയ്യാനുള്ള പുത്രന്മാര് ഭാവിയിൽ ഉണ്ടാകുന്നു. ഈ ധർമ്മം നിലനിർത്താനുള്ളതായിട്ടുള്ള സന്തതികൾ ഭാവിയിൽ ഉണ്ടാകുന്നു. ഈ ധർമ്മം നിലനിർത്താനാണ് സന്തതി വേണ്ടത്. സന്തതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മത്തെ എക്സ്റ്റെൻഡ് ചെയ്യുന്നവരാണ്. നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തുന്നവരെ മാത്രമേ സന്തതികൾ എന്ന് പറയാവൂ. അല്ലാതെ
മനുഷ്യരൂപത്തിലുള്ള കുറേ ജന്തുക്കളെ ഒന്നും സന്തതികളെന്ന് പറഞ്ഞുകൂടാ. ഇപ്പോൾ പറഞ്ഞു വന്നത് ധീരന്മാരായിട്ടുള്ളവർ ഋണൈസ്ത്രിഭിർ ദ്വിജോജാതോ ദേവർഷി പിതൃണാം പ്രഭോ യജ്ഞാധ്യയനപുത്രൈഹി താനി അനിസ്തീര്യ ത്യജൻ പതേത്. അപ്പോൾ ദേവന്മാരോടുള്ള ഋണം വീട്ടേണ്ടത് യജ്ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ്. അത് നിർവഹിക്കാതിരുന്നാൽ അവൻ പതിക്കുന്നു. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. ദേവന്മാർ നിങ്ങളെ അനുകൂലിച്ച് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതായിട്ടുള്ള ദ്രവ്യങ്ങളെ, സാഹചര്യങ്ങളെയൊക്കെ ദേവന്മാരെ തിരിച്ച് പൂജിക്കാനും ഉപയോഗിക്കണം. പ്രകൃതിയെ സ്നേഹിക്കണം. പ്രകൃതിയെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ശക്തികളെയാണ് ഇവിടെ ദേവന്മാരെന്ന് പറയുന്നത്. അവരെ വേണ്ട പോലെ സംരക്ഷിക്കണം. അവർക്ക് കൊടുക്കേണ്ടത് തിരിച്ചു കൊടുക്കണം. അല്ലാതെ ആരാണോ യജ്ഞം ചെയ്യാതെ ഭുജിക്കുന്നവൻ ആരോ അവന്റെ പാപത്തെ തന്നെ ഭുജിക്കുന്നു. ഭുഞ്ചതേ തേതു അഘം പാപാഹ യേ പചന്തി ആത്മകാരണാത്. ആ പാപികൾ പാപാഹ തേതു അഘം ഭുഞ്ചതേ പാപം ഭുജിക്കുന്നു. ഏ പചന്തി ആത്മകാരണാത് അവനവന് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നവൻ. ഇവിടെ പാചകം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനവന് വേണ്ടി സമ്പാദിക്കുക, അവനവന് വേണ്ടി അവനവന്റെ സുഖത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യുക. എനി ആക്ടിവിറ്റി സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് ചെയ്യുന്നത് ഈ പാചകത്തിൽ പെടും. എനിക്ക് വേണ്ടി മാത്രം എന്നുള്ള ചിന്തയോടുകൂടെ എന്ത് സമ്പാദിക്കുന്നതും എന്ത് പ്രവൃത്തി ചെയ്യുന്നതും പാപമാണ്. അവന്റെ പാപത്തെ തന്നെയാണ് ഭുജിക്കുന്നത്. ഭുഞ്ചതേ തേതു അഘം പാപാഹ യേ പചന്തി ആത്മകാരണാത്. എന്നാൽ യജ്ഞശിഷ്ടാശിന സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഹി. യജ്ഞശിഷ്ടം ഭുജിക്കുന്ന സജ്ജനങ്ങൾ സർവകിൽബിഷൈഹി മുച്യന്തേ എല്ലാ പാപങ്ങളിൽ നിന്നും അവർ മുക്തരായിത്തീരുന്നു. അപ്പൊ യജ്ഞശിഷ്ടമാണ് ഭുജിക്കേണ്ടത്. യജ്ഞശിഷ്ടം ദേവന്മാർക്ക് കൊടുക്കാനുള്ളത് ദേവന്മാർക്കും മറ്റുള്ള അർഹിക്കുന്നവർക്കൊക്കെ കൊടുക്കേണ്ടത് കൊടുത്ത് അതിൻ്റെ പ്രസാദമായി നമ്മൾ യജ്ഞശിഷ്ടം ഭുജിക്കണം. അങ്ങനെയുള്ളവരുടെ പാപങ്ങളെല്ലാം ക്ഷയിച്ചു പോകുന്നു. അവർ ഈ സംസാരത്തിൽ നിന്ന് കരകയറുന്നു. അല്ലാത്തവർ ത്യജൻ പതേത്. അതുപോലെ പിതൃ ഋണം വീട്ടാനുള്ള വഴിയാണ് സ്വാധ്യായ പ്രവചനം. വേദത്തിൽ ആവർത്തിച്ച് പറഞ്ഞ ഉപദേശമാണ് സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. സത്യം ച സ്വാധ്യായ പ്രവചനേ ച ഋതം ച സ്വാധ്യായ പ്രവചനേ ച. ഇങ്ങനെ ആ സ്വാധ്യായ പ്രവചനങ്ങൾ രണ്ടും ഉപേക്ഷിക്കാതിരിക്കാൻ നിർബന്ധമായിട്ടും ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാധ്യായം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഋഷിമാര് നമുക്ക് തന്നിട്ടുള്ള ശാസ്ത്രങ്ങളെ അധ്യയനം ചെയ്യൽ, അതിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കലാണ് പ്രവചനം. ഏതൊക്കെ രീതിയിൽ പകർന്നു കൊടുക്കാൻ പറ്റുമോ അത് പ്രവചനം. അത് നിത്യവും മുടക്കാൻ പാടില്ല. ഏറ്റവും വലിയ തപസ് സ്വാധ്യായ പ്രവചനമാണെന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് തപസ് എന്നുള്ള ചർച്ചയിൽ തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ചിലര് സത്യം മാത്രം പറയലാണ് തപസ് എന്ന് ചിലർ പറയുന്നു. സത്യമിതി സത്യവചാരാധീതരഃ തപയിതി തപോ നിത്യഃ പൗരുഷിഷ്ടിഃ സ്വാധ്യായ പ്രവചനേ ഇതി നാഗോ മൗദ്ഗല്യഃ. തപസ് എന്താണെന്ന് ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. രാധീതരൻ എന്ന മഹർഷി പറയുന്നു, അദ്ദേഹം എപ്പോഴും സത്യവചസ്സാണ്. സത്യവചാരാധീതരഃ.
സത്യമാണ് ഏറ്റവും വലിയ തപസ് എന്നൊരാൾ പറയുമ്പോൾ തപയിതി തപോ നിത്യ പൗരുശിഷ്ടി. പുരുശിഷ്ടന്റെ മകനായ പൗരുശിഷ്ടി എന്ന മഹാത്മാവ് തപസ്സാണ്, ഈശ്വര ധ്യാനമാണ് ഏറ്റവും വലിയ തപസ് എന്ന് പൗരുശിഷ്ടി പറഞ്ഞിരിക്കുന്നു. എന്നാൽ സ്വാധ്യായ പ്രവചനേ ഏവേതി നാഗോ മൗദ്ഗല്യ. മുദ്ഗലന്റെ പുത്രനായ നാഗൻ, മുദ്ഗലസ്യ പുത്ര മൗദ്ഗല്യ തസ്യ നാമ നാഗ. നാഗൻ എന്ന പേരുള്ള മൗദ്ഗല്യൻ പറഞ്ഞിരിക്കുന്നു സ്വാധ്യായ പ്രവചനമാണ് തപസ്. അപ്പൊ ഏറ്റവും ഗൃഹസ്ഥനും ബ്രഹ്മചാരിക്കും എല്ലാമുള്ള തപസ്സിൽ ഏറ്റവും പ്രധാന തപസ്സാണ് സ്വാധ്യായ പ്രവചനങ്ങൾ. നിത്യവും അത് ശങ്കരാചാര്യരും തൻ്റെ സാധന പഞ്ചകം ഉപദേശിക്കുമ്പോൾ ആദ്യം പറഞ്ഞു വേദോ നിത്യമധീയതാം തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം. അപ്പോൾ വേദോ നിത്യമധീയതാം. വേദം എന്ന് പറഞ്ഞതുകൊണ്ട് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം മാത്രമല്ല, നിങ്ങൾക്ക് തത്വത്തെക്കുറിച്ച് അറിവ് നൽകുന്ന എല്ലാ ഗ്രന്ഥങ്ങളും, ഉപനിഷത്തുകൾ അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ ഒക്കെ വേദത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ അതാണ് ഋഷികൾക്ക് ചെയ്യാവുന്ന ബ്രഹ്മയജ്ഞം. അതിന് ബ്രഹ്മയജ്ഞം എന്ന് പറയും. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ വേദം പഠിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അധ്യയനം, അതുപോലെ പിതൃണാം യജ്ഞ, ഗൃഹസ്ഥാശ്രമത്തിലൂടെ സന്തതികളെ നല്ല സംസ്കാരമുള്ളവരായി വളർത്തുന്നത് തന്നെ പിതൃക്കൾക്കുള്ള പൂജയാണ്. പൂർവികരായ പിതൃക്കളുടെ കടം വീട്ടാൻ നല്ല സന്തതികളെ ജനിപ്പിക്കുക. സന്തതികളെ ജനിപ്പിക്കാത്തവർക്കും നമ്മുടെ സംസ്കാരം പകർന്നു കൊടുക്കാത്തവർക്കും പിതൃക്കളുടെ ശാപം ഭവിക്കും. അങ്ങനെയുള്ള വംശം മുടിഞ്ഞു പോകും. ഇന്നിപ്പോൾ ഹിന്ദു വംശം തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് നല്ല സന്തതികളെ ജനിപ്പിക്കാത്തത് കൊണ്ടാണ്. ധാരാളം സന്തതികളെ ജനിപ്പിക്കുവിൻ, അവരെയൊക്കെ ധർമ്മബോധമുള്ളവരാക്കി വളർത്തുവിൻ. അല്ലാതെ സ്വാർത്ഥരും സുഖലോലുപരും ആയിട്ട് ലാളിച്ച് കൊഞ്ചിച്ച് കൊള്ളരുതാത്തവരാക്കാതിരിക്കുവിൻ. അവര് അനേക സഹോദരങ്ങളോടുകൂടി വളരുമ്പോഴാണ് നല്ല കാര്യങ്ങളൊക്കെ പഠിക്കുക. അവർക്ക് എന്താ പറയുക, ക്ഷമയും സഹനശക്തിയും സഹകരണഭാവവും പങ്കിടാനുള്ളതായിട്ടുള്ള സൗമനസ്യവും വിശാല ഹൃദയത്വവും ഓരോ വസ്തുക്കളുടെ മൂല്യവും എല്ലാം ഉണ്ടാവണമെങ്കിൽ പങ്കിടാൻ, മത്സരിക്കാൻ ഒക്കെ സഹോദരങ്ങൾ ഉണ്ടാവണം. അപ്പോഴാണ് അവർ വാല്യൂസ് തന്നെ പഠിക്കും. അനേക വാല്യൂസ് സഹോദരങ്ങളുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് അവർ ആ ഗുണങ്ങൾ ആർജിക്കും. അപ്പോൾ അതായിരുന്നു നമ്മുടെ പൂർവീകര് ധാരാളം സന്തതികളെയാണ് ധനമായിട്ട് കരുതിയിരുന്നത്. സന്തതികൾ തന്നെ ധനമാണ്, വേറെ ധനത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് അതിന് വിപരീതമായിട്ട് ഒന്നുകിൽ സന്തതികൾ ഇല്ല, ഉണ്ടെങ്കിൽ ഒന്നുണ്ടെങ്കിൽ അതിനെ സുഖിപ്പിച്ച് ഒന്നിനും കൊള്ളാത്തവരാക്കി വളർത്തുന്നു. ഒരു ഗുണവുമില്ലാത്ത, മണ്ണുമല്ല ചാണകവുമല്ല എന്ന് പറഞ്ഞ പോലെയുള്ള വസ്തുക്കളാക്കിയിട്ട് ജഡബുദ്ധികളാക്കി വളർത്തുന്നു. അവർ കമ്പ്യൂട്ടറൊക്കെ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ലോകത്തിലുള്ള എല്ലാ വിവരങ്ങളും അവരുടെ വിരൽ തുമ്പിലുണ്ട്. വലിയ ഡിഗ്രികളൊക്കെ കയ്യിലുണ്ട്. ചിലപ്പോൾ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നുണ്ടാവും. പക്ഷെ മനുഷ്യത്വം, അതുപോലെയുള്ള സാമർഥ്യങ്ങൾ, ജീവിക്കാനുള്ള കഴിവ് അതൊക്കെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ധാരാളം സന്തതികളുള്ള കുടുംബത്തിലെ കുട്ടികളാണ് എവിടെ ഏത് രംഗത്തും പിടിച്ചു നിൽക്കാൻ ശക്തിയുള്ളവരായിരിക്കുക. അവർക്ക് എല്ലാം ശീലമുണ്ട്. പങ്കിട്ടും മത്സരിച്ചും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടും പരസ്പരം സ്നേഹിച്ചും കൊടുത്തും ഒക്കെ നല്ല ശീലമുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മുടെ
കുടുംബങ്ങൾ വഴിതെറ്റിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കുടുംബ ആസൂത്രണമാണ്. അതിന് ഹിന്ദുക്കളെല്ലാം വഴിപ്പെട്ടു. അതാണ് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാനുള്ള വലിയൊരു കത്തിയായിരുന്നു അത്. ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി വലിയൊരു വെട്ടിയതാണത്. സംഭവം അറിയാൻ വൈകിപ്പോയി എല്ലാവരും. തിരിച്ചറിയുക ഇപ്പോഴെങ്കിലും, വൈകിയ വേളയിലെങ്കിലും. നെഹ്റു കുടുംബത്തെ പോലെ ഹിന്ദു സമൂഹത്തിന്, ഹിന്ദുധർമ്മത്തിന് ദ്രോഹം ചെയ്തിട്ടുള്ളവർ ആരുമില്ല. ഈ ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അതിനെ വേണ്ട പോലെ ഉപയോഗിക്കാതെ വിപരീതമായി ഉപയോഗിച്ച് നമ്മളെ നശിപ്പിച്ച എല്ലാ പ്രവർത്തികളും ചെയ്തവരാണ്. അത് നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോയി. നമ്മൾ അവരെയൊക്കെ അവർ തന്നെ സ്വയം ആരാധ്യരാക്കി മാറ്റി. അവർ തന്നെ സ്വയം അവരെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് എല്ലാ സ്ഥാപനങ്ങളും അവരുടെ പേരിലാക്കിയിട്ട് അവരെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ, അങ്ങനെയുള്ള ഒരു മനസ്സിനെ അവർ രൂപപ്പെടുത്തിയെടുത്തു. വിഡ്ഢികളാവുകയായിരുന്നു നമ്മളൊക്കെ. ഇത്രയും കാലം വിഡ്ഢികളായി, ഇനിയും വിഡ്ഢികളായി തന്നെ തുടർന്നോളൂ. ബാക്കിയുള്ളതും കൂടി നശിച്ചു കാണാം. അപ്പോൾ ഈ പറഞ്ഞ 3 യജ്ഞങ്ങൾ, 3 ഋണങ്ങളെ വീട്ടാത്തവർ, ഋണൈഹി ത്രിഭിർ ദ്വിജോ ജാതോ ദേവർഷി പിതൃണാം പ്രഭോ യജ്ഞാധ്യയന പുത്രൈഹി താനി അനിസ്തീര്യ. ഈ 3 കാര്യങ്ങൾ ചെയ്യാതെ, അവയെ തരണം ചെയ്യാതെ കടങ്ങൾ വീട്ടാതിരിക്കുന്ന മനുഷ്യൻ ത്യജൻ പതേത്, അതിനെല്ലാം ഉപേക്ഷിച്ച് അവൻ പതിക്കുന്നു, അധപ്പതിക്കുന്നു, നരകത്തിലേക്ക് പതിക്കുന്നു, നാശം ഉണ്ടാകുന്നു. അപ്പൊ ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപനയനം എന്നുള്ള സംസ്കാരം. ഈ 3 ത്രെഡുകൾ, 3 നൂല് ചേർത്തതാണ് യജ്ഞോപവീതം. ആ 3 നൂല് ശരീരത്തിന്റെ കുറുകെ ബന്ധിക്കുമ്പോൾ അവൻ എപ്പോഴും ഓർമ്മയുണ്ടാവും, എനിക്ക് 3 കടങ്ങളുണ്ട്. 3 കടങ്ങളുടെ ടാഗാണ് ഞാൻ ബെയർ ചെയ്യുന്നത്. ഹൈപ്പോത്തിക്കേറ്റഡ് ടു ദേവാ ബാങ്ക്, ഋഷി ബാങ്ക്, പിതൃ ബാങ്ക്. 3 ബാങ്കിൽ നിന്ന് ഞാൻ 3 കടങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ 3 EMI-കൾ ദിവസവും അടയ്ക്കണം. മാസം അടയ്ക്കുന്നതല്ല, EMI മാറ്റിയിട്ട് എന്താ ഇപ്പോൾ ഇക്വേറ്റഡ് ഡെയിലി ഇൻസ്റ്റാൾമെന്റ്, EDI ആയിട്ട് അയക്കണം. മറ്റേത് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആണ് EMI. നമ്മൾ ഡെയിലി ചെയ്യേണ്ടതാണ് നിത്യകർമ്മങ്ങൾ. അപ്പൊ അതിനാണത് ഓർമ്മിപ്പിക്കാനാണ് ഈ കുറുക്കെ ഈ ബന്ധനം. അല്ലാതെ ആഭരണം അല്ലാതെ, അലങ്കാരം അല്ലാതെ, ഏതെങ്കിലും മേനി നടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അത്. ശാപ്പാട്ടിന് മുമ്പിൽ ആദ്യം ശാപ്പാട് കിട്ടാനുള്ള അടയാളവും അല്ലാതെ. പണ്ടൊക്കെ എവിടെ പോയാലും ബ്രാഹ്മണർക്ക് ആദ്യ ഭോജനം അല്ലേ? അപ്പൊ അതിന് അടയാളമായിട്ട് ക്ഷേത്രങ്ങളിൽ ചെന്നാലും ബ്രാഹ്മണർക്ക് മുൻ സീറ്റ്, ശ്രീകോവിലിന്റെ അകത്തേക്ക് പോകാം, അതിനുള്ള അടയാളം. കള്ളും കുടിച്ചിട്ട് ഇത് വിട്ടിട്ട് വന്നാലും അവനകത്തേക്ക് കയറാം. എത്ര വ്രതം നോറ്റിട്ട് വന്നിരിക്കുന്നവനും ഈ ഒരു ആഭരണം ഇല്ലെങ്കിൽ അവൻ പുറത്ത്. ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ അല്ലേ ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട്, മുമ്പ് ധാരാളം നടന്നിരുന്നു. ഇതൊക്കെ മാറ്റണം. അപ്പൊ ഇത് ഓർമ്മിപ്പിക്കുന്ന എന്താണ്? ഈ 3 ചരട്, 3 ത്രെഡ് നിത്യവും അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ദേവന്മാർക്കുള്ളതായിട്ടുള്ള തർപ്പണം ചെയ്യാൻ ബാധ്യസ്ഥനാണ്, ദേവകർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പൂണൂലിനെ യഥാസ്ഥാനത്തിട്ടുകൊണ്ട് തന്നെ അതിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് രാവിലെ കുളി കഴിയുമ്പോൾ സ്നാനാനന്തരം ദേവന്മാർക്കായിക്കൊണ്ട് സങ്കല്പിച്ച് തർപ്പണം ചെയ്യുന്നു.
അത് വെറും പ്രതീകമാണ്. അതുകൊണ്ട് പ്രശ്നം തീർന്നില്ല, കടം വീട്ടിയില്ല. അത് ഓർമ്മിപ്പിക്കലാണ്, ഒരു റിമൈൻഡർ മാത്രമാണ്. അത് കഴിഞ്ഞ് പൂണൂലിനെ കഴുത്തിൽ മാല പോലെ ഇട്ടിട്ട് അതിനെ പിടിച്ചുകൊണ്ട് ഋഷിമാർക്കുള്ളതായിട്ടുള്ള തർപ്പണം ചെയ്യുന്നു. അതും ഓർമ്മിപ്പിക്കലാണ്. സ്വാധ്യായ പ്രവചനങ്ങൾ നിത്യവും മുടങ്ങാതെ ചെയ്യണം എന്നുള്ള ഓർമ്മിപ്പിക്കൽ മാത്രമാണ്. അല്ലാതെ കഴുത്തിൽ പോലെ പൂണൂലിട്ടിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചത് കൊണ്ട് ഋഷിഋണം വീട്ടിയില്ല. അതേപോലെ പിതൃക്കൾക്ക് ചെയ്യുമ്പോൾ തിരിച്ച് വലതു തോളിൽ നിന്ന് പൂണൂല് താഴേക്ക് ക്രോസ് ആയിട്ടിട്ടുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് തർപ്പണം ചെയ്യണം. ഇതും ഈ കാണിച്ചത് കൊണ്ടും പിതൃക്കളോടുള്ള കടം വീട്ടിയില്ല. കടം വീട്ടാനുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. അപ്പോൾ വെറുതെ തർപ്പണം ചെയ്തതുകൊണ്ട് മാത്രമായില്ല. തർപ്പണം പ്രതീകാത്മകമാണ്. ബാക്കി ചെയ്യേണ്ടത് ബാക്കി കിടക്കുന്നു. ദേവന്മാർക്ക് ചെയ്യേണ്ട പൂജാദികൾ, യാഗങ്ങൾ, യജ്ഞങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പിതൃക്കൾക്ക് ചെയ്യാനുള്ള മറ്റ് കർമ്മങ്ങൾ, അതുപോലെ സന്തതികളെ നല്ല രീതിയിൽ വളർത്തൽ, സന്തതികളെ വിവാഹം കഴിക്കൽ, സന്തതികളെ ഉൽപ്പാദിപ്പിക്കൽ, അവരെ നല്ല രീതിയിൽ വളർത്തൽ, ഇതാണ് പിതൃക്കൾക്ക് ചെയ്യാവുന്ന തർപ്പണം. അതുപോലെ ഋഷിമാർക്ക് ചെയ്യാനുള്ള തർപ്പണം എന്നുള്ളത് ശാസ്ത്രങ്ങൾ സ്വയം അഭ്യസിക്കുക, അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് ഓർമ്മിപ്പിക്കാനുള്ള ചടങ്ങുകൾ മാത്രമാണ് ഈ പൂണൂലിട്ടിട്ട് രാവിലെ ചെയ്യുന്ന ഈ തർപ്പണം. ഇത് കുട്ടികൾക്കെല്ലാം, ഈ ഉപനയനം കഴിയുന്നവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ആ ആചാര്യന്മാർ, ഗുരുക്കന്മാർ, അച്ഛനമ്മമാരൊക്കെ. പക്ഷേ എവിടെ പറഞ്ഞു കൊടുക്കുന്നത്? ആര് പറഞ്ഞു കൊടുക്കുന്നത്? വെറും ചടങ്ങുകൾ മാത്രം നടത്തുന്നു. ഇതിൽ നിന്നൊക്കെ മാറ്റം വരണം. ഇല്ലെങ്കിൽ സ്വയം പരിഹാസ്യരായി തീരുകയാണ് ഈ കൂട്ടർ എന്ന് മനസ്സിലാക്കുക. സ്വയം മറ്റുള്ളവരുടെയൊക്കെ നിന്ദയ്ക്കും പരിഹാസത്തിനുമേ അവർ അർഹരാവുന്നുള്ളൂ. ശരിയായിട്ടുള്ള ദ്വിജത്വം, അത് ബ്രാഹ്മണനാവാം, ക്ഷത്രിയനാവാം, വൈശ്യനാവാം, അവൻ അവന്റെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ അവൻ ആ വർണ്ണ പദവിക്ക് അർഹനാവുന്നുള്ളൂ, മറ്റുള്ളവരുടെ ബഹുമാനത്തിന് പാത്രീഭവിക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ ഈ ധർമ്മത്തെ തന്നെ ക്ഷയിപ്പിക്കുന്ന ഒരു ദുഷ്ടന്റെ സ്ഥാനമേ അവനുള്ളൂ. വേഷം കെട്ടിയിട്ട് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോൾ വാസ്തവത്തിൽ മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന, മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമാകുന്ന, ഈ ധർമ്മത്തിന് തന്നെ ചോദ്യചിഹ്നമായിരിക്കുന്ന ഒരു വ്യക്തി. ഇതെല്ലാവരും തിരിച്ചറിഞ്ഞ് സ്വധർമ്മത്തിലേക്ക് മടങ്ങട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പൊ ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഗൃഹസ്ഥാശ്രമികൾക്കുള്ള ഉപദേശമാണ്. ഇനി 2 ശ്ലോകം കൂടി ഉണ്ട്. അത് ചുരുക്കി വേഗം പറയാം, കാരണം അതിൽ ഉപദേശമല്ല. ത്വം ത്വദ്യമുക്തോ ദ്വാഭ്യാം വൈ ഋഷിപിത്രോർ മഹാമതേ യജ്ഞൈർദേവൈർ ഋണം ഉന്മുച്യ നിർണോ അശരണോ ഭവ. ത്വം ത്വദ്യമുക്തോ ദ്വാഭ്യാം വൈ ഋഷിപിത്രോർ മഹാമതേ യജ്ഞൈർദേവർണമുന്മുച്യ നിർണോ അശരണോ ഭവ. മഹാമതേ, വസുദേവരെ സംബോധനയാണ്. അല്ലയോ ബുദ്ധിമാനായിരിക്കുന്നവനെ, ത്വം തു അദ്യ ഋഷി പിത്രോഹോ ദ്വാഭ്യാം മുക്തഃ. ത്വം തു, അങ്ങാകട്ടെ. അങ്ങേക്ക് കടമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങ് ഭാഗ്യവാനാണ്. അദ്യ, ഇന്ന് ഋഷി പിത്രോഹോ ദ്വാഭ്യാം മുക്തഃ. ഋഷികളുടെയും പിതൃക്കളുടെയും കടങ്ങളിൽ നിന്ന് ഇപ്പോൾ മുക്തനാണ്. കാരണം ഈ കൃഷ്ണനെ പോലെ ഒരു മകനെ ജനിപ്പിച്ചത് ആ സന്തതിയിലൂടെ, പുത്രനിലൂടെ എല്ലാ കടങ്ങളും അങ്ങ് വീട്ടിയിരിക്കണം. അപ്പോൾ ഋഷിമാരോടും പിതൃക്കളോടുള്ളതായിട്ടുള്ള കടങ്ങൾ രണ്ടും അങ്ങയിൽ നിന്ന് മുക്തമായിരിക്കണം. അങ്ങ് ആ കടങ്ങളിൽ നിന്ന് മുക്തനായിരിക്കണം. യജ്ഞൈഹി ദേവർണമുന്മുച്യ. ഇനിയിപ്പോ യജ്ഞങ്ങളെ കൊണ്ട്, അങ്ങ് ചോദിച്ചില്ലേ യജ്ഞം, അല്ലെങ്കിൽ ചോദിക്കാൻ പോകുന്നുണ്ട്, കർമ്മം കൊണ്ട് കർമ്മത്തെ എങ്ങനെയാണ് നശിപ്പിക്കുക എന്ന് പറഞ്ഞില്ലേ? ആ യജ്ഞങ്ങളെ കൊണ്ട് ദേവഋണം ഉന്മുച്യ, ദേവന്മാർക്കുള്ള കടത്തെ മോചിച്ചിട്ട് നിർഋണ, ഋണരഹിതനായി.
അല്ലേ? എവിടെയും കടമില്ലാത്തവനായി. അശരണഃ ഭവ, ശരണമില്ലാത്തവനായി ഭവിച്ചാലും. ഇവിടെ ശരണം എന്നാൽ ഗൃഹം. ഗൃഹത്തെ ഉപേക്ഷിച്ച് അതിൽ നിന്ന് മുക്തനായാലും, അഥവാ വാനപ്രസ്ഥ സന്യാസ ജീവിതത്തിലേക്ക് കടന്നാലും. നോക്കൂ, വസുദേവരോട് പോലും ഋഷിമാർ പറയാണ്, വീട് വിട്ട് അശരണനായി ഇറങ്ങൂ. അപ്പൊ അതിനു മുമ്പ് ചെയ്യേണ്ട കടം വീട്ടാനുള്ളത് ദേവഋണമാണ്. അത് യജ്ഞങ്ങളെ കൊണ്ട് നിർവഹിച്ച് ആ ദേവഋണം വീട്ടി നിർഋണനായി അശരണനായി, അഥവാ ഗൃഹമാകുന്ന ശരണം മേൽക്കൂര ഇല്ലാത്തവനായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയാലും ഭവ, അശരണോ ഭവ, വാനപ്രസ്ഥ സന്യാസി ജീവിതം നയിച്ചാലും. അപ്പൊ ഇനി യജ്ഞം ചെയ്യാനുണ്ട്. അത് ഇനിയിപ്പോ വസുദേവർ ചെയ്യാൻ പോകുന്നുണ്ട്. വസുദേവ ഭവാൻ നൂനം ഭക്ത്യാ പരമയാ ഹരിം ജഗതാമീശ്വരം പ്രാർച്ചഃ സയദ്വാം പുത്രതാം ഗതഃ. വസുദേവ ഭവാൻ നൂനം ഭക്ത്യാ പരമയാ ഹരിം ജഗതാമീശ്വരം പ്രാർച്ചഃ സയദ്വാം പുത്രതാം ഗതഃ. ഹേ വസുദേവ, ഭവാൻ പരമയാ ഭക്ത്യാ ജഗതാമീശ്വരം ഹരിം പ്രാർച്ചഃ. ത്വം പ്രാർച്ചഃ, അങ്ങ് പ്രകർഷേണ അർച്ചിച്ചിരിക്കുന്നു. യു ഡിഡ് വർഷിപ്പ് ഹരി. എങ്ങനെയുള്ള ഹരിയെ? ഭവാൻ പരമയാ ഭക്തിയ, നല്ല ഭക്തിയോട് ജഗതാം ഈശ്വരം, ഈ ലോകത്തിന്റെ മുഴുവൻ ഈശ്വരനായിരിക്കുന്ന ഹരിയെ അർച്ചിച്ചിരിക്കുന്നു. എപ്പോ? പൂർവജന്മത്തില്, അല്ലേ? മുമ്പ് അദ്ദേഹം പൃഷ്ണി ഗർഭൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു. പൃഷ്ണിയും സുതപസ്സുമായിട്ട്. അപ്പൊ സുതപസ്സായിരുന്നു വസുദേവൻ. അത് കഴിഞ്ഞ് കശ്യപനും അതിഥിയുമായി. അപ്പൊ കശ്യപനായിരുന്നു വസുദേവര്. അപ്പൊ സുതപസ്, കശ്യപൻ എന്നിങ്ങനെയുള്ള ജന്മങ്ങളിലൂടെ അങ്ങ് ഭഗവാനെ വേണ്ട പോലെ അർച്ചിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങേക്ക് നൂനം നിശ്ചയം യത് എന്തെന്നാൽ സഹ വാം പുത്രതാം ഗതഃ. സഹ ഭഗവാൻ ഹരി വാം, വാം എന്ന് പറഞ്ഞാൽ യുവാം, നിങ്ങൾ രണ്ടുപേരുടെയും, വസുദേവരുടെയും ദേവകിയുടെയും പുത്രതാം ഗതഃ, പുത്രത്വത്തെ പ്രാപിച്ചിരിക്കുന്നു. ഭഗവാൻ പുത്രനായി അവതരിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഭഗവാനും ബലരാമസ്വാമിയായും മറ്റും അവതരിച്ചിരിക്കുന്നത് നിങ്ങൾ മുൻ ജന്മങ്ങളിൽ ഭഗവാനെ വേണ്ട പോലെ ആരാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ധന്യധന്യരാണ്. നിങ്ങൾക്ക് കടമൊന്നുമില്ല. എങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ദേവഋണം കൂടി തീർക്കാനായിക്കൊണ്ട് യജ്ഞം ചെയ്ത് ദേവഋണം കൂടി വീട്ടി അങ്ങ് അശരണനായി ഭവിച്ചാലും. എല്ലാ ശരണങ്ങളെയും, എല്ലാ പൊസഷൻസിനെയും, എന്തിനെയൊക്കെ നമ്മൾ നമ്മുടെ ഭയം മാറ്റാനായിട്ട് മുറുക്കെ പിടിച്ചിട്ടുണ്ടോ? അല്ലേ? നമ്മൾക്ക് ഭയമുള്ളത് കൊണ്ടാണ് നമ്മൾ പലതിനെയും മുറുക്കെ പിടിച്ചിരിക്കുന്നത്. ഭയമില്ലാത്തവരൊന്നിനെയും പിടിക്കില്ല, ഒന്നിനെയും പിടിക്കേണ്ട കാര്യമില്ല. അതുപോലെ അങ്ങ് എല്ലാ പിടിയും വിടാനാ പറയണം. അശരണനായി ഭവിക്കുക എന്ന് പറഞ്ഞാൽ പിടിവിടുക, പൊസഷൻസിനെ എല്ലാം ഉപേക്ഷിക്കുക, എന്ന് സ്വതന്ത്രനാവുക എന്ന് ഉപദേശിച്ചു. ഇനി വസുദേവര് ഈ വാക്കുകൾ കേട്ട് സന്തോഷിച്ച് ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നു. അത് നമുക്ക് പിന്നീട് കാണാം. ഇന്ന് വൈകുന്നേരം ക്ലാസ് ഇല്ല, വേറെ കുറച്ച് തിരക്കുകളുണ്ട്. ഹരി ഓം. ഓം കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഹരി ഓം.